നിങ്ങളിപ്പോൾ ഒരു ഒരു ബെഗർ ആണെന്ന് ഇരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവൻ ആണെങ്കിൽ അവനെതിരെ നീതിയൊക്കെ കണ്ടെത്താൻ, നിയമം കണ്ടെത്താൻ, അവനെ ശിക്ഷിക്കാനൊക്കെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അവന് ചിലപ്പോൾ ഒരു അഡ്വക്കേറ്റ് പോലും ഉണ്ടാവില്ല. അവന് ചില കാര്യങ്ങളെക്കുറിച്ച് അജ്ഞതയായിരിക്കും. മനസ്സിലായില്ല. നിയമം നിലവിളക്കെടുത്തറിയുക എന്നൊക്കെ പറയുന്നത് ഒരു ഭാഷ പറഞ്ഞ ഡാഷ് പരിപാടിയാണ്, വളരെ മോശം പരിപാടിയാണ്. അത് കമ്മ്യൂണിസം അതൊരു പക്ഷേ ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിസം ഒരു അതർ റിലീജിയനാണ്. മറ്റു റിലീജിയൻസിനെതിരെ റിലീജിയൻസ് എപ്പോഴും ഭയങ്കര ഇൻടോളറൻ്റ് ആവാറുണ്ട്. ഈ മതവിശ്വാസികൾക്ക് പ്രശ്നമില്ലല്ലോ. അവരാരും കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ പാട്ടിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അവർ ഭയങ്കര രസമായിട്ട് കാണുകയല്ലേ. അവർക്ക് പോലും ഇല്ലാത്ത പ്രശ്നം, അതായത് ഈ ഉപ്പിനേക്കാൾ വലിയ ഉപ്പിലിട്ടത് അവകാശപ്പെടുന്നത് ഒരവസ്ഥയാണ്. മനസ്സിലായില്ലേ? എന്നാൽ ഇവര് ഈ പറയുന്ന പരാതിക്കാരും ഇതിനേക്കാൾ വലിയ പാരഡികൾ ചെയ്തിട്ടുണ്ട്. ഇതേ പാട്ട് വെച്ച് തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ആനയാണ് എന്ന് പറഞ്ഞ് നടക്കുമ്പോഴായിരിക്കും ആളുകൾ പറയുന്നത് നിങ്ങൾ ആനയൊന്നും അല്ല, നിങ്ങൾ ഒരു മനുഷ്യ സ്ത്രീയാണ് എന്ന് പറയുന്നവരുണ്ടാകുന്നത്. അപ്പം ഇത് നിങ്ങൾ ഈ ആനയാണ് എന്ന് അല്ലെങ്കിൽ ചേനയാണ് എന്ന് പറയുന്നില്ലെങ്കിൽ ഈ പറയുന്ന എത്തിസം എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ കാര്യം തന്നെ ഇല്ല. അത് ഇറലവൻ്റാണ്. നമ്മുടെ ഓരോ പാർട്ടിക്കൊക്കെ താലിബാൻ 1, താലിബാൻ 2, താലിബാൻ 3 എന്നൊക്കെയാണ് പേരിടേണ്ടത്. അതിന് നമ്മൾ വേറെ വേറെ പേരുകളൊക്കെ ആയിരുന്നു. CPM, കോൺഗ്രസ്, BJP എന്നൊക്കെയുള്ള പേരുകൾ കൊടുത്തിരിക്കുന്നു. അതൊരു അട്രോസിറ്റിയാണ് യഥാർത്ഥം. അവരെ രാഷ്ട്രീയം അവർ കൈകാര്യം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ആക്ച്വലി ദേ ആർ ഹാൻഡ്ലിങ് റിലീജിയൻ ഇൻ എ ബാഡ് വേ. മതമാണ് ഒരു കാര്യം. അവർക്ക് നമ്മൾ നോക്കും, ഇപ്പോൾ പറയത്തില്ല ക്രിസ്ത്യൻ വോട്ട് എവിടെ പോയി, ഹിന്ദു വോട്ട് എവിടെ പോയി, അതിൽ തന്നെ നായർ വോട്ട് എങ്ങോട്ട് പോയി, ഇങ്ങനെയൊക്കെ വോട്ടുകളുണ്ടോ? ഹായ് ഹലോ, മീഡിയ ഭാരതിന്റെ പുതിയൊരു ചാറ്റ് ഷോയിലേക്ക് സ്വാഗതം. ഞാൻ അധീന ആൻഡ് ദിസ് ഈസ് അവർ ചാറ്റ് ഷോ, ചാറ്റ് വിത്ത് അധീന. ഇന്ന് നമ്മുടെ അതിഥി രവിചന്ദ്രൻ സാറാണ്. രവിചന്ദ്രൻ സാറിനെ പറ്റി പറയുമ്പോൾ ആളൊരു യുക്തിവാദിയാണ്, തത്വചിന്തകനാണ്, ശാസ്ത്ര പ്രചാരകനാണ്. സാറിനെ നമ്മുടെ ചാറ്റ് വിത്ത് അധീനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ. ഈ ഒരു സാറെന്ന് പറയുമ്പോൾ തന്നെ യുക്തിവാദി എന്ന് പറയുമ്പോൾ നമുക്ക് ലിറ്റ്മസ് തന്നെയാണ് ആദ്യം ഓർമ്മ വരിക അല്ലെ. തെളിവുകൾ നയിക്കട്ടെ എന്നൊരു ടാഗ് ലൈനോട് കൂടി 2018 സ്റ്റാർട്ട് ചെയ്ത് 2025 ഇപ്പോൾ ആ ഒരു വിജയഗാഥ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു ലിറ്റ്മസ് ഇവിടെ എറണാകുളത്ത് വെച്ച് നടക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെയൊക്കെ വിജയം എങ്ങനെയുള്ളതായിരുന്നു? ഒന്ന് അതിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വിജയം എപ്പോഴും സ്വീറ്റാണല്ലോ. അതെ. അത് എങ്ങനെയുള്ളതായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ വിജയം വളരെ മധുരതരമാണ്. ബേസിക്കലി ലിറ്റ്മസ് സ്വാഭാവികമായിട്ടും എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. ലിറ്റ്മസിൻ്റെ ഒരു അടിസ്ഥാന സന്ദേശം എന്ന് പറയുന്നത് യു റിട്ടേൺ ആസ് എ ഹാപ്പിയർ പേഴ്സൺ. കുറേ കൂടെ സന്തോഷം, ആവേശം, നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യുന്നു, കുറേ അധികം ആളുകളെ കണ്ടുമുട്ടുന്നു. സോ സെൻസ് ഓഫ് സോളിഡാരിറ്റി. അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് ആണ് അതിൻ്റെ ഒരു എൻഡ് റിസൾട്ട്. പക്ഷേ കുറച്ച് ചെറിയ രീതിയിൽ വിവാദമായിട്ടുണ്ടായിരുന്നല്ലോ, ബോംബ് ഭീഷണി അങ്ങനെയൊക്കെ ആയിട്ട്. അതൊക്കെ അത് ബേസിക്കലി അല്ലേ, ഈ ഒരു പ്ലാസ്റ്റിക് പാമ്പിനെ കണ്ടു കഴിഞ്ഞാലും നേരെ ഒരു ശരിയായിട്ടുള്ളൊരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാലും നമ്മുടെ മസ്തിഷ്കം ഒരേ രീതിയിലാണ് പ്രതികരിക്കുക. നമ്മളുടെ എല്ലാ കെമിക്കൽ ന്യൂറോ റിയാക്ഷൻസ് അവിടെ സംഭവിക്കും. അപ്പോൾ അതിൻ്റേതായിട്ടൊരു സംഗതി ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഒരു എന്താ പറയുക, കുറേ സമയം തടസ്സപ്പെട്ടു, പേഴ്സണലി അഫക്റ്റഡ് ആയി. ഞാനൊക്കെ പേഴ്സണലി ഐ വാസ് ഓൺ സ്റ്റേജ്. സോ എനിക്ക് അറിയുകയും ചെയ്യായിരുന്നു ഇങ്ങനെ ആരും തോക്കുമായി വേദിയിലിരിക്കുന്നു എന്ന് എനിക്ക് അറിയുകയും ചെയ്യുമായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ആ ചാർലി കിർക്കിൻ്റെ ആ ഒരു വധവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഉള്ള സംഭവം വളരെ സജീവമായിട്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓഫ് കോഴ്സ് അതിന് എൻ്റെ മേളിലൊരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു, ഇമോഷണലായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഓക്കെ, പിന്നെ എല്ലാവർക്കും ഒരു തമാശയായി മാറി, അയാൾക്കൊരു തമാശയായി മാറി. പിന്നെ തസ്ലിമ നസ്രീൻ അതിഥിയായി എത്തുന്നു എന്നുള്ള ഒരു കാരണം അതുമായിട്ട് ബന്ധിപ്പിക്കാം. തസ്ലിമ നസ്രീനെതിരെ ഇന്ത്യയിലെ പല സ്ഥലത്തും ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയാണോ എന്നുള്ള ഒരു ഇത് ആളുകൾക്ക് ഉണ്ടാവുമല്ലോ. പിന്നെ ഇതെല്ലാം കൊണ്ടും അങ്ങനെ ശരിയാണ്, ഒരു സെൻസേഷണൽ ആയി. ബട്ട് അതൊഴിച്ചു നിർത്തിയാൽ ബാക്കി സ്ഥിരമായി നമ്മൾ നടത്തുന്ന അതിൻ്റെ ഏറ്റവും ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ലിറ്റ്മസ് ആയിരുന്നു ഇപ്രാവശ്യം നടന്നത്. സോ ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. അതിൻ്റെ ഒരു അമരക്കാരൻ എന്നുള്ള രീതിയിൽ പ്രൗഡാണ് അല്ലേ? സ്ഥാപകൻ തന്നെയാണല്ലോ. സമ്മതിക്കുന്നു. അല്ല അത് അങ്ങനെ ഒരു ഇത് നടക്കുന്നുണ്ട്. ലിറ്റ്മസ് എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എസൻസ് ഗ്ലോബൽ എന്ന് പറയുന്നതും ഒരു യാഥാർത്ഥ്യമാണ് സോഷ്യൽ പെർസ്പെക്റ്റീവില്.
സോ അതിനകത്ത് ഒരുപാട് ആളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആളുകളുടെ എഫേർട്ട് വെച്ചാണ് ഇത് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്. പഴയ ആളുകൾ ചിലപ്പോൾ ഇങ്ങനെ കുറേ പേര് മടുത്തിട്ട് പോകും, ചില ആവേശത്തോടെ വരും, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. സംതിങ് ലൈക്ക് അത്രേ ഉള്ളൂ. പക്ഷെ ചെറിയ കുറച്ച് വളരെ വിരളമായിട്ടുള്ള ആൾക്കാർ മാത്രം പ്രതീക്ഷിച്ച് സ്റ്റാർട്ട് ചെയ്തതാണ് 2018 ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ എന്താ പറയുക, അത്രയൊരു നിബിഡമായിട്ടുള്ളത് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും. അത്രയും ആൾക്കാരാണ്, അത്രയും ക്രൗഡാണ് ഇപ്പോൾ ഓരോ എസൻസ് മീറ്റിങ്ങുകളിലും കാണപ്പെടുന്നത്. പക്ഷേ ഇതിലുള്ള എല്ലാ യുക്തിവാദി എന്ന ലേബലിൽ അറിയപ്പെടുന്ന ഓരോ ആൾക്കാരും യഥാർത്ഥ യുക്തിവാദികളാണ്, ഒരു പൂർണ്ണ യുക്തിവാദിയാണ് എന്ന് പറയാൻ പറ്റുമോ? ക്രൗഡ് ഡസൻറ്റ് മീൻ എനിത്തിങ്. ഒരു ക്രൗഡ് ഇപ്പോൾ പാമ്പിനെ അടിച്ചു വന്നാലും ചുറ്റും കാണാൻ ആളുണ്ടാവും. ചില സിനിമകൾക്ക് ആൾ കൂടുതലായിരിക്കും, ചില സിനിമകൾക്ക് ആൾ കുറവായിരിക്കും. പ്രത്യേകിച്ച് ചില ആശയപ്രചരണം വെച്ച് നോക്കുമ്പോൾ ഈ ക്രൗഡ് കൂടുന്നു എന്നുള്ളത് ബേസിക്കലി അതൊരു വലിയൊരു ഫാക്ടർ അല്ല. പക്ഷേ നമ്മൾ പറയുന്ന കാര്യത്തിന് ക്രൗഡ് വരുന്നു എന്നുള്ളതാണ് വിഷയം. അപ്പോൾ അതേ സമാനമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നിടത്തും ഇരുന്നവർക്കും ഇതേപോലെയുള്ള ആളുകളുടെ ഒരു പങ്കാളിത്തം ഇല്ല. അപ്പോൾ അതാണ് അതിനകത്തെ ഒരു വ്യത്യാസം. ഇപ്പോൾ അവാർഡ് സിനിമകളിൽ ഒരു 10 ഓടുന്നു, അതിൽ ഒരു അവാർഡ് സിനിമയ്ക്ക് നല്ല ആളുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് കൂടുതൽ സ്വീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു ഡിസ്റ്റിങ്റ്റീവ് ഫാക്ടറാണ്. അതേപോലെ അല്ലാതെ നോക്കുകയാണെങ്കിൽ ആൾ കൂടുന്ന ഒരു പരിപാടി അല്ല നമ്മൾ നടത്തുന്നത്. ആൾ ഓടിപ്പോകുന്ന പരിപാടി, ആൾ മാറി നിൽക്കുന്ന പരിപാടികളാണ് എസൻസും ലിറ്റ്മസും. ഇപ്പോൾ എന്നെ പോലുള്ള ആളുകൾ പറയുന്നത് തന്നെ വളരെ ഒരു മൈനോറിറ്റി പൊസിഷനിലുള്ള കാര്യമാണ്. അതിനങ്ങനെ ഒരു പിന്തുണ അങ്ങനെ വലിയ രീതിയിൽ വ്യാപകമായിട്ട് ഉണ്ടാകാറില്ല. എന്നിട്ടും ഇങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് നമുക്കൊരു ചെറിയ സന്തോഷം. അത്രയൊന്നുമില്ല. ആയിരക്കണക്കിന് ആളുകൾ ഒരിക്കലും നിരീശ്വരവാദം പറഞ്ഞ് ഒരുമിച്ച് കൂടാറില്ല. ലോകത്തെങ്ങും അങ്ങനെ അധികം സംഭവിച്ച് ഞാൻ കണ്ടിട്ടില്ല. അപ്പം അതിൻ്റെ പിന്നിൽ നല്ല എഫേർട്ടും ഉണ്ട്. കാര്യം ഈ ആളുകളെ കൊണ്ടുവരിക, അവരെ ക്ഷണിക്കുക. നമുക്കറിയാമല്ലോ, ഇന്നിപ്പോൾ പണ്ടത്തെ കണക്കല്ല, ആളുകൾ വെറുതെ ഇങ്ങനെ ശബരിമലയിൽ പോകുന്നതൊന്നും പോവില്ല. ഒരുപാട് ഡിസ്ട്രാക്റ്റഡ് ആണ്, അവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ബേസിക്കലി മതനിരാസം അല്ലെങ്കിൽ നിരീശ്വരവാദമൊക്കെ പറയുന്നവർക്ക് അവർക്ക് അതിൻ്റെ പേരിൽ ഒന്ന് കൂടുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവരെല്ലാം സ്വയം വിശ്വസിക്കുന്നവരായിരിക്കും, സ്വന്തം നിലയിൽ വളരെ കേപ്പബിൾ ആയിരിക്കും. അപ്പോൾ അവർക്ക് അങ്ങനെ ഈ അസംബ്ലി, അതേപോലെ തന്നെ കൺഗ്ലോമറേഷൻ, കൂട്ടായ്മകളിലൊന്നും വലിയൊരു വിശ്വാസം ഇല്ലാത്തവരാണ് ഭൂരിപക്ഷം ആളുകൾ. അപ്പോൾ ഇറ്റ്സ് എ വെരി അതുകൊണ്ടാണ് ഈ ആൾ കൂടുന്നത് നമുക്കൊരു സ്പെഷ്യലി എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നത്. അതർവൈസ് ഇവിടെ നടത്തുന്ന പല സമ്മേളനങ്ങളുമായിട്ട് നോക്കുകയാണെങ്കിൽ വലിയൊരു സംഭവമല്ല അത്. പക്ഷേ ഈ ചൈന, ഉത്തര കൊറിയ, വിയറ്റ്നാം പോലുള്ള നിരീശ്വരവാദ രാഷ്ട്രങ്ങളുണ്ടല്ലോ, ആ രാഷ്ട്രങ്ങളുടെ പിന്നെ പറയാം ക്യൂബ പോലും 2019 വരെ നിരീശ്വരവാദ രാഷ്ട്രത്തിൽ ഉൾപ്പെട്ടതായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊരു മതേതര രാഷ്ട്രമാണ്. പിന്നെ നമ്മുടെ ഇന്ത്യ ഒരു സെക്യുലർ രാജ്യം ആണ്. പക്ഷേ ആ സെക്യുലർ രാജ്യത്തെ ഒരു നിരീശ്വരവാദ രാഷ്ട്രമാക്കാനാണോ നിങ്ങളുടെ പ്ലാൻ? ഫാർ ഫ്രം. അങ്ങനെ നിരീശ്വരവാദ രാഷ്ട്രമാക്കുക. അപ്പോൾ ആദ്യത്തെ അൽബേനിയ ആയിരുന്നു. എൻവർ ഓജിയുടെ കാലഘട്ടത്തിൽ ഒരു എത്തീസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചു. വി ഡോണ്ട് നീഡ് എത്തീസ്റ്റ് സ്റ്റേറ്റ്. എത്തീസ്റ്റ് സ്റ്റേറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. എത്തീസം എന്ന് പറയുന്നൊരു കണ്ടീഷണൽ ആയിട്ടുള്ള ഒരു പൊസിഷനാണ്. അതായത് വേർ ദർ ഈസ് റിലീജിയൻ ദർ കുഡ് ബി ഈ ഓപ്പൺ പബ്ലിക് എത്തീസത്തിനൊരു റെലവൻസ് ഉള്ളത് തന്നെ റിലീജിയൻ ശക്തമാകുമ്പോൾ മാത്രമാണ്. റിലീജിയൻ എന്ന് പറഞ്ഞ് ഇപ്പോൾ നിങ്ങൾ ആനയാണ് എന്ന് പറഞ്ഞ് നടക്കുമ്പോഴായിരിക്കും ആളുകൾ പറയുന്നത് നിങ്ങൾ ആനയൊന്നുമല്ല, നിങ്ങൾ ഒരു മനുഷ്യ സ്ത്രീയാണ് എന്ന് പറയുന്നവരുണ്ടാകുന്നത്. അപ്പം ഇത് നിങ്ങൾ ഈ ആനയാണ് എന്ന് അല്ലെങ്കിൽ ചേനയാണ് എന്ന് പറയുന്നില്ലെങ്കിൽ ഈ പറയുന്ന എത്തീസം എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ കാര്യം തന്നെ ഇല്ല, അത് ഇറലവൻ്റ് ആണ്. അപ്പം എത്തീസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സംഗതി യഥാർത്ഥത്തിൽ ആവശ്യമില്ല. കാരണം ചില ആനയല്ല എന്ന് പറയുന്നവരുടെ ഒരു സ്റ്റേറ്റ് ആവശ്യമുണ്ടോ? ഇല്ല. ഇപ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു സംഗതിയാണ്, അത് എന്തോ ആണ് എന്നാണ് പറയുന്നത്. അള്ള, മുഹമ്മദ് ഈസ അള്ള എന്നൊക്കെ ഉള്ള രീതിയിൽ ഉള്ള ഒരു സംഗതിയാണ്. അപ്പോൾ അത് അല്ലാന്ന് വിശ്വസിക്കുന്നവരും അല്ലാന്ന് പറയുന്നവരും ഉണ്ടാവും. ഇത് രണ്ടും ഇല്ലെങ്കിലോ മറ്റേത് അവിടെ ഉണ്ടാവില്ല. സോ ആളുകൾ കരുതുന്ന എത്തീസ്റ്റ് ഒരു വിശ്വാസമാണ്, ഡോഗ്മയാണ്. ഡോഗ്മ ഇല്ലായ്മയാണ് എത്തീസം. പ്രത്യയശാസ്ത്രം ഇല്ലായ്മയാണ്. അതൊരു സ്വാതന്ത്ര്യമാണ്. നിങ്ങളൊരു വലിയൊരു എന്താ പറയുക, ഒരു കുരുക്കുണ്ടാക്കുമ്പോൾ അതിനകത്ത് നിന്ന് കുതിറി ഓടുന്ന മനുഷ്യരെ നിങ്ങളൊരു പ്രത്യേക വിഭാഗമായിട്ട് കാണുകയാണ് ചെയ്യുന്നത്. ജയിലിനകത്ത് കുറേ പേരെ പിടിച്ചുകൊണ്ടിടുമ്പോൾ അതിനകത്ത് നിന്ന് ജയിലിൽ ഇല്ലാത്തവർ ഒരു പ്രത്യേക വിഭാഗം ആവുമോ? ഇല്ല. അല്ലെങ്കിൽ കിളികളെ കൂട്ടിലടച്ചു കഴിഞ്ഞാൽ കൂട്ടിലടക്കപ്പെടാത്ത കിളികൾ എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടോ? ഇല്ല. സ്വതന്ത്ര ചിന്തകർ. സോ ഈ പറയുന്ന എത്തീസ്റ്റ് രാജ്യങ്ങളെല്ലാം കൂടുതൽ ഈ കമ്മ്യൂണിസം പോലെയുള്ള മതത്തിന്, അതും ഒരു മതമാണ്, അതിൽ നിന്നും മോചനം വേണം.
എല്ലാ മതങ്ങളിൽ നിന്നുള്ള മോചനം, എല്ലാ ഡോഗ്മകളിൽ നിന്നുള്ള മോചനം, മനുഷ്യനെ ഏറ്റവും കൂടുതൽ അവനെ ആക്ച്വലൈസ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ സ്വാതന്ത്ര്യമാണ് നമ്മുടെ കറൻസി. ദാറ്റ്സ് എ കറൻസി. യൂസ് യുവർ അവൈലബിൾ ഫ്രീഡം. എല്ലാ ഫ്രീഡവും നമുക്കില്ല. നമുക്ക് ലഭ്യമായ ഫ്രീഡങ്ങൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇൻ്റർവ്യൂ നടത്താൻ കഴിയുന്നതെന്ന് ഒരുപടി സ്വാതന്ത്ര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ജോലികൾ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലുമായിരിക്കും ഉണ്ടാവുക, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ബഹിരാകാശത്ത് പോകുന്ന സ്ത്രീകളില്ലേ, അവർക്ക് എന്തുകൊണ്ടാണ് അവർക്ക് പോകാൻ കഴിഞ്ഞത്? അവർക്ക് ആക്ച്വലി പോകാൻ കഴിയും, അതിനുള്ള അവസരം ഉണ്ടായി. അതിനെ നമ്മൾ വേണമെങ്കിൽ ചുരുക്കത്തിൽ സ്വാതന്ത്ര്യം എന്ന് പറയാം. ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യം ആരും ബ്ലോക്ക് ചെയ്തില്ല, പുതിയ സ്വാതന്ത്ര്യം അല്ല. അങ്ങനെയാണ് വലന്റീന തെരഷ്കോവ പോയത് യൂറി ഗഗാറിന് ശേഷം. അപ്പം ഈ സ്വാതന്ത്ര്യം മനുഷ്യർക്ക് കൊടുക്കുക. അവർ കച്ചവടം ചെയ്യട്ടെ, അവർ ആങ്കറായിട്ട് വർക്ക് ചെയ്യട്ടെ, അവർ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യട്ടെ, പാട്ട് പാടട്ടെ, വിദ്യാഭ്യാസം നടത്തട്ടെ, എന്തും ചെയ്യട്ടെ. കുടുംബജീവിതം നയിക്കാനാണ് താല്പര്യമെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യം. അപ്പം നമ്മൾ ഈ സ്വതന്ത്ര ചിന്ത എന്ന് പറയുമ്പോൾ എസൻസ് മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയൊരു സംഗതി എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യമാണ്, വ്യക്തി സ്വാതന്ത്ര്യം. നമ്മുടെയൊക്കെ ആ ലൈഫിനെ നമുക്കൊരു കഥയുടെ രൂപത്തിലെടുക്കാൻ പറ്റും. ഓരോ ഇൻസിഡൻസും, ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഡേ ബൈ ഡേ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ അനുഭവങ്ങളെ നമ്മൾ പാഠമാക്കി മാറ്റി മുന്നോട്ടേക്ക് പോവുകയാണ് വേണ്ടത്, എവിടെയും തളർന്നു പോവാതെ. പക്ഷേ ഇപ്പോൾ സാറിനെ പറ്റി പറയുമ്പോൾ, സാർ ഒരു ശാസ്ത്ര നിരീക്ഷകൻ അല്ലെങ്കിൽ യുക്തിവാദി എന്നുള്ള രീതിയിലേക്ക് അങ്ങനെ ആയി വളർന്ന ആ ഒരു കഥയുടെ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവില്ലേ? ചോദിച്ചത് അധീന ചോദിച്ചത് ടേണിംഗ് പോയിന്റിനെ കുറിച്ചാണ്. നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം തന്നെ ഇങ്ങനെ വരുന്നു, പെട്ടെന്ന് യൂ ടേൺ എടുത്ത് അങ്ങോട്ട് പോകുന്നു, തലയിൽ തേങ്ങ വീണതുപോലെ പെട്ടെന്ന് മാറുന്നു. ഇന്നലെ വരെ അതായിരുന്നു, പിന്നെ ഇന്നിങ്ങനെയായി. അങ്ങനെ ഒരു എന്താ പറയുക, നല്ല കോടതി വെച്ച് സാക്ഷി ഹോസ്റ്റലാവുന്നത് പോലെയുള്ള രീതിയിലല്ല ഈ കാര്യങ്ങൾ. പ്രപഞ്ചത്തിലൊന്നും അങ്ങനെയല്ല സംഭവിക്കുന്നത്. എല്ലാം ഒരു ഗ്രാജുവലായിട്ടുള്ള മാറ്റമാണ്. എവിടെ വെച്ചാണ് നമ്മൾ കൃത്യമായിട്ട് ഇങ്ങനെ ഒരു ഇതിലേക്ക് വന്നത് എന്നൊന്നും പറയാൻ കഴിയില്ല. മൾട്ടിപ്പിൾ റീസൺസ്, ചെയിൻ ഓഫ് റീസൺസ്. മേ ബി ട്രേസ് ചെയ്യുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഇതൊക്കെ കാണുമായിരിക്കും. അല്ല അങ്ങനെ ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റ് പറയാനില്ല. അതല്ല ഞാൻ ചോദിച്ചത്, എങ്ങനെ എത്തിസ്റ്റായി എന്നുള്ള ചോദ്യമല്ല. എന്താന്ന് വെച്ചാൽ ഈ നമ്മുടെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു നിരീശ്വരവാദി എന്നുള്ള പേര് പറയാൻ പറഞ്ഞാൽ ജീൻ പോൾ സാൻഡ്രോനെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. 1905 ജനിച്ച 1980 അന്തരിക്കുന്ന ആ ഒരു കാലയളവിൽ അദ്ദേഹം 75 വർഷം അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ കൂടിയും 12ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഞാനൊരു നിരീശ്വരവാദിയാണ് എന്ന് അറിയാൻ തുടങ്ങിയത്. ഞാൻ ചോദിച്ചത് ആ ഒരു രീതിയിലാണ്. ജീൻ പോൾ സാർത്തിന്റെ കാര്യമാണോ? സാർത്തൊക്കെ നിരീശ്വര, അവരെല്ലാം തന്നെ ഈ എക്സിസ്റ്റൻഷ്യൽ ഫിലോസഫേഴ്സൊക്കെ ബേസിക്കലി എത്തീസ്റ്റിക് എക്സിസ്റ്റൻഷ്യലിസ്റ്റ് ആയിരുന്നു. കീർക്കോഗാറിനാണക്കോ അല്ലെ അങ്ങനെയുള്ളതല്ല. അവരുടെ നിരീശ്വരവാദം, അസ്തിത്വവാദം എന്ന് പറയുന്ന അവരുടെ ഫിലോസഫി തന്നെ ബേസിക്കലി നിഹിലിസം അല്ലെന്നുണ്ടെങ്കിൽ എത്തീസം ബേസ്ഡ് ആയിരുന്നു. അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മളൊക്കെ ഒരു എത്തീസ്റ്റ് ആവുന്നതും പബ്ലിക്കായിട്ടൊരു എത്തീസ്റ്റ് ലൈഫ് നയിക്കുന്നതും കഴിഞ്ഞ മൂന്നാമത്തെ ഒരു ടിയറിൽ വരുന്ന കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് അങ്ങനെ ഒരു ലൈഫ് ബെറ്റർ ആണ് എന്ന് ലോകത്തോട് പറയുന്ന ഒരവസ്ഥയാണ്. സോ ഫസ്റ്റ് യു ബിക്കം എൻ എത്തീസ്റ്റ് ആൻഡ് ലീവ് ലൈക്ക് മേ ബി നിങ്ങളൊരു എത്തീസ്റ്റാണ്, നിങ്ങളുടെ പാർട്ട് ഓക്കെയാണ്. 2, നിങ്ങൾ എത്തീസ്റ്റായിട്ട് തന്നെ ജീവിക്കുന്നു, ലൈക്ക് അത് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നു. യു ലീവ് എത്തീസം, അതാണ് സെക്കൻഡ് പാർട്ട്. മൂന്നാമത്തത് കുറച്ചുകൂടെ ഇതാണ് നമ്മൾ എസെൻസ് ചെയ്യുന്നത്. വി ആർ എത്തീസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയണ ഇതാണ് നല്ല ഒരു അവസ്ഥ. ഇത് പല സാമൂഹ്യ രോഗങ്ങൾക്കും വ്യക്തി രോഗങ്ങൾക്കും ഒരു പരിഹാരമാണ്. സമൂഹത്തിൻ്റെയും വ്യക്തിയുടെയൊക്കെ വികസനത്തിന് ഇത് കുറച്ച് ഗുണപ്രദമാണ് എന്നുള്ള ഒരു കാര്യം നമ്മൾ റേഡിയേറ്റ് ചെയ്യാണ്. റേഡിയേഷൻ സ്റ്റേജാണത്. നിങ്ങളിൽ നിന്ന് പ്രസരണം ഉണ്ടാവുന്നു. അതാണ് ശരിക്കും നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ എത്തീസ്റ്റ് ആവാൻ ഒരുപാട് പേരുണ്ടാവും. എത്തീസ്റ്റുകളായിട്ടുള്ള ഒരുപാട് പേര് പല രംഗത്തും വർക്ക് ചെയ്യുന്നുണ്ടാവും. സൈലൻ്റ് ആയിരിക്കും, ക്ലോസറ്റ് എത്തീസ്റ്റ് എന്ന് പറയും. ക്ലോസറ്റിൽ അവർ എത്തീസ്റ്റ് ആയിരിക്കും, പുറത്ത് വന്നു കഴിഞ്ഞാൽ അവരങ്ങനെ ആവില്ല. പിന്നെ എത്തീസ്റ്റായിട്ട് തന്നെ ജീവിക്കുന്നവരുണ്ട്, ഇതൊന്നും കണക്കിലെടുക്കാം. പക്ഷെ അവരും ചിലപ്പോൾ ഈ റേഡിയേറ്റ് ചെയ്യത്തില്ല. വി ആർ റേഡിയേറ്റിംഗ് എത്തീസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം. നാസ്തിക പ്രചരണം അല്ലെങ്കിൽ പ്രസരണം എന്ന് പറയാം. അത് അത്രയും പാഷനുള്ളവരെ അത് ചെയ്യുള്ളൂ. ഭരണഘടന അങ്ങനെ ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് കൊണ്ടുകൂടി
ഒരു കാരണമായിട്ട് നമ്മൾ പറയുന്നതേ ഉള്ളൂ. ഭരണഘടന ആവശ്യപ്പെടുന്നത് കൊണ്ട് അല്ല നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അങ്ങനെ ആരും ഭരണഘടന നോക്കി ജീവിക്കുന്നവരൊക്കെ ചുരുക്കമാണ്. പക്ഷേ ഭരണഘടന കൂടി അങ്ങനെ പറയുന്നുണ്ടല്ലോ എന്നുള്ളത് നമുക്കൊരു സന്തോഷവും കുറച്ചുകൂടെ ആത്മവിശ്വാസവും. ഓക്കെ, ഞാൻ ഓരോ ഇന്റർവ്യൂ കണ്ടു സാറിന് ഇങ്ങനെ കൂടുതൽ അറിയാൻ ശ്രമിച്ചപ്പോഴും അതിൻ്റെയൊക്കെ കമന്റ് ബോക്സിൽ മെയിൻ ആയിട്ട് ഒരു കമന്റ് ഞാൻ കണ്ടിട്ടുണ്ടായി. അതായത് ഇതാ ഈ മനുഷ്യൻ ബ്രെയിൻ സർജറിയാണ് ചെയ്യാന്ന്. അതൊരു കോംപ്ലിമെന്റ് ആണ്. ബ്രെയിൻ സർജറി എന്നുള്ള വാക്കാണല്ലോ നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അതായത് ചിന്താപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുക. നമ്മൾ പബ്ലിക്കായിട്ട് ബ്രെയിൻ സർജറി ഇപ്പം 3 നടത്തി ലിറ്റ്മസിന് മുന്നേ. അത് നല്ല സ്വീകാര്യതയുള്ള വിഷയമാണ്. പിന്നെ കേരളം ഒരുപാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കണ്ടില്ലേ, പാരഡി പാട്ടിനെതിരെ അവരെ മതനിന്ദ കുറ്റം അല്ലെ ബ്ലാസ്ഫമി കുറ്റം ചുമത്തിക്കൊണ്ട് കേസ് കൊടുക്കുന്നതാണ്. അത് ഇപ്പൊ വിശ്വാസികളല്ല അവർ ജോലി ഏറ്റെടുത്തിരിക്കുന്നത്. സാധാരണ വിശ്വാസികളാണ് ഈ മതനിന്ദ കുറ്റമൊക്കെ കണ്ടെത്തുന്നത്. അതും അതിതീവ്ര വികാരികളല്ല, ബിഷപ്പ് ലെവൽ വർക്ക് ചെയ്യുന്ന വിശ്വാസികളാണ്. കാർഡിനൽ ആ ലെവലിലൊക്കെ പോകുന്നവരാണ് ശരിക്കും ഈ ബ്ലാസ്ഫമി വെച്ച് പാട്ടിന്റെ മൂല്യം അങ്ങോട്ടായിരിക്കുന്നു, സിനിമയിലെ സീൻ ഇങ്ങനെയാണ്, എസ്സയിലെ വാക്ക് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് സാധാരണ ഇതിൽ കൊടുക്കുന്നത്. ഇതിപ്പോ അവർ പോലും മറക്കുമ്പോ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞ് അവരെ ഓർമ്മിപ്പിക്കുന്നു, എന്നിട്ടും അവർ കേൾക്കുന്നില്ല. അപ്പം വേറെ രീതിയിൽ കൊടുക്കുന്നു. അതൊക്കെ ചെയ്യുന്ന ആരാണ്? നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളാണ്. അവരെ രാഷ്ട്രീയം അവർ കൈകാര്യം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ആക്ച്വലി ദേ ആർ ഹാൻഡ്ലിങ് റിലീജിയൻ ഇൻ എ ബാഡ് വേ. മതമാണ് ഒരു കാര്യം. അവർക്ക് നമ്മൾ നോക്കും, ഇപ്പോൾ പറയത്തില്ല ക്രിസ്ത്യൻ വോട്ട് എവിടെ പോയി, ഹിന്ദു വോട്ട് എവിടെ പോയി, അതിൽ തന്നെ നായർ വോട്ട് എങ്ങോട്ട് പോയി, ഇങ്ങനെയൊക്കെ വോട്ടുകളുണ്ടോ? വോട്ടുണ്ട്, നിങ്ങൾ വോട്ട് നൽകി വിജയിപ്പിക്കുക എന്നല്ലേ പറയുന്നത്, അല്ലാതെ മുസ്ലിം വോട്ട് നൽകി വിജയിപ്പിക്കുക എന്നല്ലല്ലോ പറയുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് പോലും നമ്മുടെ ചാനലിലുള്ള ചർച്ചകളിലാണേലും പത്രക്കാരാണേലും എല്ലാവരും പറയുന്നത് തന്നെ ഇങ്ങനെയല്ലേ. പക്ഷെ അവിടെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമില്ലേ? മറ്റേ പാരഡി പാട്ടിലാവുമ്പോ ഏതൊരാൾക്കും ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അതിനെ ഹനിക്കുന്ന രീതിയിലല്ലല്ലോ ചെയ്തിരിക്കുന്നത്. അല്ല ഞാൻ പറഞ്ഞ ഇത് വിശ്വാസികൾക്ക് പ്രശ്നമില്ല, ഈ മതവിശ്വാസികൾക്ക് പ്രശ്നം ഇല്ലല്ലോ. അവരാരും കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ പാട്ടിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അവർ ഭയങ്കര രസമായിട്ട് കാണുകയല്ലേ. അവർക്ക് പോലും ഇല്ലാത്ത പ്രശ്നം, അതായത് ഈ ഉപ്പിനേക്കാൾ വലിയ ഉപ്പിലിട്ടത് അവകാശപ്പെടുന്നത് ഒരവസ്ഥയാണ്, മനസ്സിലായല്ലോ. എന്നാൽ ഇവര് ഈ പറയുന്ന പരാതിക്കാരും ഇതിനേക്കാൾ വലിയ പാരഡികൾ ചെയ്തിട്ടുണ്ട്, ഇതേ പാട്ട് വെച്ച് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് ജീവിച്ചിരിക്കുന്ന സംസ്ഥാനത്തെ കുറിച്ച് നമ്മൾ ഭയങ്കരമായിട്ട് പ്രബുദ്ധം, മാരകം, ഭീകരം എന്നൊക്കെ പറയുന്നു. ഇതാണ് നമ്മുടെ അവസ്ഥ. പക്ഷെ അവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ള ഒരു ടേം യൂസ് ചെയ്തു. ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ എത്തുമ്പോഴത്തേക്ക് അവിടെ അതിന് പ്രാധാന്യം ഇല്ലാതായി. അതെ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കാര്യം പറയണ കട്ട കോമഡിയാണ്. ഇത് ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ ഓരോരോ രീതിയിൽ വളരെ മതാത്മകമായ രാഷ്ട്രീയമാണ് നമുക്കുള്ളത്. ലൈക്ക് നമ്മുടെ ഓരോ പാർട്ടിക്കൊക്കെ താലിബാൻ 1, താലിബാൻ 2, താലിബാൻ 3 എന്നൊക്കെയാണ് പേരിടേണ്ടത്. അതിന് നമ്മൾ വേറെ പേരുകളൊക്കെ ആയിരുന്നു. CPM, കോൺഗ്രസ്, BJP എന്നൊക്കെയുള്ള പേരുകൾ കൊടുത്തിരിക്കുന്നു. അതൊരു അട്രോസിറ്റിയാണ് യഥാർത്ഥത്തിൽ. നമുക്ക് അങ്ങനെ മതേതര പാർട്ടികളില്ല, മതേതര ബോധമുള്ള പാർട്ടികളില്ല. നമ്മൾ യഥാർത്ഥത്തിൽ മതങ്ങളുടെ വോട്ട് വാങ്ങിക്കാൻ അല്ലെ ജാതികളുടെ വോട്ട് വാങ്ങിക്കാനായിട്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ചില കൂട്ടായ്മകളെയാണ് നമ്മൾ രാഷ്ട്രീയ പാർട്ടികളെന്ന് ഇന്ത്യയിൽ വിളിക്കണം. മതത്തിന്റെ ആ ഒരു സാമൂഹ്യ പ്രാധാന്യത ഈ ഒരു 2025 ആയിരുന്നിട്ട് കൂടിയും അത് കൂടിക്കൊണ്ടുവരുന്നല്ലേ? ഇന്ത്യയിൽ ബേസിക്കലി മതം തന്നെയായിരുന്നു രാഷ്ട്രീയം. 1757 ഒന്നാം സ്വാതന്ത്ര്യ സമരം എങ്ങനെയുണ്ടായത്? ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടം എന്നൊക്കെ പലരും പറയും. സത്യത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെയായിരുന്നു. പക്ഷേ അതിൻ്റെ കാരണം പോലും എന്താണ്? ഈ പന്നിയുടെ കൊഴുപ്പും പശുവിൻ്റെ ഇതും വെച്ചുകൊണ്ട് തിരകൾ ഈ കാറ്ററിഡ്സിൽ പുരട്ടും. അപ്പോൾ അത് കടിച്ചു തുറക്കേണ്ടി വരുന്ന മുസ്ലിങ്ങളുടെയും ഹിന്ദുക്കളുടെയും വികാരം അടിസ്ഥാനപ്പെടുത്തിയാണ് ശരിക്കും ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന, അല്ലെ ബ്രിട്ടീഷുകാർ ശിപ്പായി ലെവൽ എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യത്തെ ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആ ഒരു ഓൾ ഇന്ത്യ ലെവലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇൻസ്റ്റിഗേറ്റഡ് ബൈ റിലീജിയസ് ഫെയ്ത്ത്. പിന്നെ നോക്കുകയാണെങ്കിൽ മൊത്തം പശുലകളായാലും അതായാലും ഇതായാലും എല്ലാത്തിനകത്തും മതം തന്നെയാണ്. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഷിഫ്റ്റ് ഉണ്ടായ ഏറ്റവും അവസാനത്തെ സംഭവം രാമജന്മഭൂമി ബാബറി മസ്ജിദ്, അതും മതാത്മകമല്ലേ. അയോധ്യ, പിന്നെ TV സീരിയൽസ്, ഏത് എപ്പക്സ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം മതപരമായിട്ടാണ് ഈ സംഗതി മാറിയും തിരിഞ്ഞും പോകുന്നത്. മതം തന്നെയാണ് ഇന്ത്യൻ രാഷ്ട്രീയം, അല്ലെന്ന് പറഞ്ഞു നടക്കുന്നു. പക്ഷേ ആക്ച്വലി ഇറ്റ് റിമെയിൻസ് സോ. അതാണ് അതിൻ്റെ ഡിഫറൻസ്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. കാർൽ മാർക്സിന്റെ ആ ഒരു ചിന്താഗതിനെ തന്നെ ഇപ്പോൾ പല തരത്തിലും വ്യാഖ്യാനിക്കുന്നുണ്ടല്ലോ.
പക്ഷെ അപ്പോഴും ഈ വിശ്വാസം, ദൈവം, ഇതിനൊക്കെ ഇപ്പോഴും ആ ഒരു സ്വീകാര്യത ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പറയാനായിട്ട് പറ്റുക. അല്ലെ, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞൊരു കാര്യം ഓർത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇതിന്റെ ആവശ്യമുണ്ടെന്ന് തന്നെ തോന്നില്ല. കാരണം അതിന് സ്വീകാര്യത ഉള്ളത് കൊണ്ടാണ് എത്തീസം എന്ന് പറയുന്ന സംഗതിയുടെ ആവശ്യം വരുന്നത്. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ആനയാണ് എന്ന് പറഞ്ഞ് നടക്കുമ്പോഴാണ് അങ്ങനെയല്ല, എൻ്റെ കുട്ടിക്ക് ഒന്നുമില്ല, എൻ്റെ കുട്ടി ആനയല്ല എന്ന് പറയേണ്ട ആളുകൾ വരേണ്ടി വരുന്നത്. എത്തീസം ഈസ് കണ്ടീഷണൽ, കണ്ടീഷൻ അപ്ലൈ എന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എന്ന് പറയാറില്ല, അത്രേ ഉള്ളൂ. അല്ലാതെ എന്തിനാണ് എത്തീസ്റ്റ് ആണല്ലോ എല്ലാവരും, അതിനകത്തൊരു സാധനം കയറ്റി വെക്കുന്നതാണല്ലോ, അല്ലേ? ജനിക്കുമ്പോൾ എത്തീസ്റ്റ് ആണല്ലോ, അല്ലേ? ജനിക്കുമ്പോൾ എത്തിസ്റ്റ് ആണ്. അപ്പൊ അതിനകത്തൊരു സാധനം, ഒരു പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യുന്നു. അപ്പൊ ഉദാഹരണമായിട്ട് ഭാഷ തന്നെ, നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ഭാഷ ഒന്ന് തന്നെയാണ്, ബാബ്ലിങ്, അല്ലേ? കൊഞ്ചൽ അല്ലെങ്കിൽ ഇങ്ങനെ ഞാങ്ങു എന്നൊക്കെ പറഞ്ഞ് കൊച്ചുകുട്ടികൾ തൊട്ടിലുള്ള ഭാഷ എന്ന് പറയുന്നത്, ക്രൈഡിൽ ലാംഗ്വേജ്, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. റോക്കിംഗ് അതാണ്. അപ്പം അവിടെയാണ് ചിലപ്പോൾ ഇംഗ്ലീഷും ചൈനീസും മലയാളവും ഒക്കെ കയറുന്നത്, നമ്മൾ കയറ്റുന്നതുകൊണ്ടാണ്. അതെ. ഞാനൊരു കാര്യം പറയാം, അതായത് ഈ ഒരു എത്തിസം അതിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് ആ രീതിയിലാണോ എന്ന് അറിയാനുള്ള ഒരു ചോദ്യമാണ്. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ വരുന്നത്. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അപ്പോൾ ആളുടെ അച്ഛൻ ഭയങ്കര കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവവിശ്വാസം ഒട്ടും ഇല്ല എന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ വീട്ടിൽ വിളക്ക് വെക്കുമ്പോൾ ആള് കത്തിച്ചു കഴിഞ്ഞാൽ എടുത്തെറിയും എന്നാണ് പറഞ്ഞത്. അത് ഒരു പോയിന്റ്. പിന്നെ മറ്റൊരാളുടെ ഫാദർ എന്ന് പറയുമ്പം പുറമെ വളരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങളെയും ആദർശങ്ങളെയും ഒക്കെ കൂട്ടുപിടിച്ച് നടക്കുന്ന ആള്, പക്ഷെ ആള് വീട്ടുകാരും നാട്ടുകാരും അറിയാതെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കും, അങ്ങനെയുള്ള ഒരു മനുഷ്യൻ. അതുപോലെ ഈ യുക്തിവാദികളിലും ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടാവോ? ആദ്യം തൊട്ടേ യുക്തിവാദികൾ എന്നുള്ള ടേം പറയുന്നത് എനിക്ക് സത്യത്തിൽ ഓക്കെ. കേരളത്തിലെ യുക്തിവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെയാണ്, പക്ഷേ കേരളത്തിലെ യുക്തിവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം വേറെയാണ്. ഇപ്പൊ ലൈക്ക് കേരളത്തിലെ യുക്തിവാദികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ ഏതെങ്കിലും പാർട്ടിക്ക് വേണ്ടിയോ ജാതിക്ക് വേണ്ടിയോ മതത്തിന് വേണ്ടിയോ പോരാടുന്ന പോരാളികളാണ്. ദേ ആർ കോൾഡ് പോരാളികൾ. പോരാട്ടം അവസാനിക്കുന്നില്ല, പോരാട്ടം നാളെയും തുടരും, ഈ പോരാട്ടം എന്നേക്കും ഉണ്ടാവും, ഇങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. എല്ലാവരും കേരളത്തിലെല്ലാവരും പോരാളികളല്ലേ, അല്ലേ? അതിനെ ഒരു പോരാളിയല്ലേ, എന്തിനെതിരെയാണ് പോരാടുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഈ സത്യത്തിലേക്ക് കേരളത്തിലെ എല്ലാവരും പോരാളികളാണ്, എല്ലാവരും ഇരകളാണ്, എല്ലാവരും അങ്ങ് ഭയങ്കര സംഭവമാണ്. ഇത് ആരൊക്കെയോ എതിരെ ഡോൺ കിക്സോട്ട് എന്ന് പറയുന്ന ഒരു സെർവൻറ്റിസ് എന്ന് പറയുന്ന ഒരു നോവലിസ്റ്റ്, സ്പാനിഷാണ്. ഡോൺ കിക്സോട്ട് വായിച്ചിട്ടുണ്ടാവും, സാൻജോ പാൻസ എന്നൊക്കെ പറയാം. ഡോൺ കിക്സോട്ട് ഇത് കണക്ക് പോരാട്ടക്കാരനാണ്. പുള്ളി അന്നേരം വലിയ യുദ്ധത്തിലൊക്കെ പങ്കെടുക്കുന്നതായിട്ട് പുള്ളി സ്വയം സങ്കല്പിക്കും. അപ്പോൾ രാത്രിയിൽ പോയിട്ട് ഈ കാറ്റാടി മരങ്ങളെ ഒട്ടായിട്ട് നമ്മൾ ഈ വാഴയൊക്കെ വെട്ടിയിടുമല്ലോ, ആ ലെവലിലാണ്. അതേപോലെ എല്ലാവരും പോരാളികളാണ്. അപ്പം നമ്മൾ ചോദിച്ച ചോദ്യം, ഈ നിലവിളക്കെടുത്തെറിയുന്ന ആളും പിന്നെ വേറൊരു കുമാരപിള്ള സാറും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വിശ്വാസത്തെ നമ്മൾ ഫോഴ്സ്ഫുള്ളായിട്ട് അഡ്രസ്സ് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും ശരിയായ ഒരു കാര്യമല്ല. ശരിയല്ല എന്ന് പറയുന്നത് ഒന്നാമത് അയാളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയാണ്. നിങ്ങൾക്ക് ഏത് പൊട്ടത്തരത്തിലും വിശ്വസിക്കാനുള്ള അവകാശം ഭരണഘടന പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 25 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. യു ക്യാൻ ബിലീവ് ഇൻ എനി നോൺസെൻസ്. അപ്പം അതിനെതിരെ നമ്മൾ സംസാരിക്കുന്നത് അയാളുടെ സ്വാതന്ത്ര്യത്തെയും അയാളുടെ വ്യക്തിത്വത്തെയും അപമാനിക്കലാണ്. പിന്നെ അയാൾ ചെയ്യുന്നൊരു കാര്യം മറ്റുള്ളവർക്ക് ദോഷം അല്ലെങ്കിൽ അതിനെതിരെ അക്രമപരമായിട്ട് ഫിസിക്കലി ഫോഴ്സ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതേ ഫോഴ്സ് നിങ്ങൾക്കെതിരെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർ ദേ ആർ മോർ ഇൻ നമ്പർ. അപ്പം നിങ്ങൾ ഒരാളുടെ അത് വേണ്ടില്ല, അയാളുടെ നിലവിളക്കെടുത്തെറിയുന്നു, കുരിശെടുത്തെറിയുന്നു. അപ്പോൾ തിരിച്ച് അപ്പോൾ വിശ്വാസികൾ പറയുക എന്താണ്, അപ്പോൾ ഞങ്ങൾക്കും ഫോഴ്സ് ഉപയോഗിക്കാം, വി ആർ മോർ ഇൻ നമ്പർ ആൻഡ് വി ഡോണ്ട് മൈൻഡ് യൂസിങ് ഫോഴ്സ്. അതൊരു രീതിയിലും പ്രാക്ടിക്കലും അല്ല. അപ്പം ഈ നിലവിളക്കെടുത്തെറിയുക എന്നൊക്കെ പറയുന്നത് ഒരു ഭാഷ പറഞ്ഞ ഡാഷ് പരിപാടിയാണ്, വളരെ മോശം പരിപാടിയാണ്. അത് കമ്മ്യൂണിസം അതൊരു വിഷയം ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിസം ഒരു അതർ റിലീജിയനാണ്. മറ്റു റിലീജിയൻസിനെതിരെ റിലീജിയൻസ് എപ്പോഴും ഭയങ്കര ഇൻടോളറൻ്റ് ആവാറുണ്ട്. കമ്മ്യൂണിസം മതത്തെ എതിർക്കുന്നത് ബിക്കോസ് ഇറ്റ്സ് എ റിലീജിയൻ, ആൻഡ് ബിക്കോസ് ഇറ്റ്സ് എ റിലീജിയൻ ഇറ്റ് കനോട്ട് പുട്ട് അപ്പ് വിത്ത് അതർ റിലീജിയൻസ്. ദാറ്റ്സ് നോർമൽ. അതുകൊണ്ടാണ് ഈ എത്തീസ് സ്റ്റേറ്റ് ഉണ്ടാകുന്നതും എത്തീസം സ്റ്റേറ്റ് പോളിസി ആവുന്നതും. എത്തീസം ഒരിക്കലും സ്റ്റേറ്റ് പോളിസി ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമല്ല. അങ്ങനെയൊന്നും ഒരിക്കലും ആളുകൾ എത്തിയൊന്നും ആവില്ല. അപ്പോൾ അവർ വിചാരിക്കും പ്രധാനമായിട്ട് നമുക്കിങ്ങനെ ഈവൻ 2 കുട്ടികൾ വേണം പാടില്ല എന്നുള്ള ഒരു
കുടുംബാസൂത്രണം പോലും ഫോഴ്സ്ഫുള്ളായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആളുകൾ ചിലപ്പം അത് വേറെ രീതിയിലാണ് പ്രതികരിക്കുന്നത്. ചൈനയിൽ 1 ചൈൽഡ് പോളിസി വരെയൊക്കെ വന്നതാണ്, 2 ചൈൽഡ്. അപ്പോൾ യഥാർത്ഥത്തിൽ അവരിൽ മാറ്റം വരുത്തുന്നതാണ്. അതായത് 2 കുട്ടികൾ കൂടുതലാകുമ്പോൾ നിങ്ങൾക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇന്ന ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തുക. രാജ്യത്തിൻ്റെ അവസ്ഥ, നിങ്ങളുടെ കുട്ടികൾക്ക് പോഷകാഹാരം കിട്ടാനും സാമ്പത്തികമായിട്ടുള്ള ഇത് കിട്ടാനും മറ്റ് ശ്രദ്ധകൾ കിട്ടാനും ഒക്കെയുള്ള സാധ്യത കുറയും. അപ്പം കുട്ടിയെ ഉണ്ടാക്കുക എന്നുള്ളതല്ല, അതിനെ വളർത്തുക എന്നുള്ളൊരു സാധനവും കൂടെ ഉണ്ട്. ഇത് രാജ്യം, വ്യക്തി, ഇവരുടെയൊക്കെ താല്പര്യങ്ങൾ സംബന്ധിച്ചുള്ള ബോധവൽക്കരണം വേണം. അപ്പോൾ ആളുകൾ സ്റ്റിൽ അന്നേലും ചിലർ പിന്നെയും വേണമെന്ന് പറയുന്നവരുണ്ടാവും, പക്ഷെ അവരെ പിന്നെ ഒന്നും ചെയ്യാനില്ല. പക്ഷെ ഒരിക്കലും അവിടെ ബലപ്രയോഗം പാടില്ല. ബലപ്രയോഗം എന്ന് പറയുന്നത് അതൊരു സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആശയമാണ്. കോഷൻ എന്ന് പറയുന്നത് എല്ലാവരെയും ഒരേപോലെ ആക്കി എടുക്കാനായിട്ടുള്ള, എല്ലാവരെയും ഒരിക്കലും ഒരേപോലെ ആക്കരുത്. എല്ലാവരെയും ഒരേപോലെ ആക്കി കഴിഞ്ഞാൽ ഈ ലോകത്തിൻ്റെ വൈവിധ്യവും സൗന്ദര്യവും എല്ലാം നഷ്ടപ്പെടും. വ്യക്തികളെ അവരായിരിക്കുക, ഒരേ നിയമങ്ങളാകാം, ഒരേ റോഡിലൂടെ വരണം, ഒരേ ഇതിൽ വോട്ട് ചെയ്യണം, പദവിയിലും അവസരത്തിലും ഒക്കെയുള്ള തുല്യത അത് ആവശ്യമുള്ളതാണ്. അല്ലെന്നുണ്ടെങ്കിൽ വ്യക്തികൾ തമ്മിൽ ഏറ്റക്കുറച്ചിലുകളുണ്ടാവും. പക്ഷെ ഒരിക്കലും വ്യത്യസ്തരായ വ്യക്തികളെ ഒരേപോലെ, ഒരു ഉദ്യാനപാലകൻ ചെടികളെല്ലാം ഒരേ നിരപ്പിൽ വെട്ടിയെടുക്കുന്നത് പോലെ മനുഷ്യരെ വെട്ടിയെടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് റിയൽ ഫാഷിസം. അതൊരിക്കലും പാടില്ല. അതുകൊണ്ട് കുമാരപിള്ള സാറ് ചെയ്യുന്നത് അത് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം. നിലവിളക്കെടുത്തെറിയുന്നതൊക്കെ വളരെ, അതായത് CITUകാർ വന്ന് പിന്നെ വാഴ വെട്ടി, അതില്ലേ പണ്ട് പിന്നെ പാടം നികത്തൽ സമരം ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല. അന്ന് ഈ പറഞ്ഞോണം പാടം നികത്തലിനെതിരെയുള്ള സമരങ്ങളൊക്കെ നടത്തുന്ന പലപ്പോഴും വാഴ വെട്ടി നിരത്തൽ എന്ന് കേട്ടിട്ടുണ്ടോ? അത് സാധാരണ മനുഷ്യരുടെ കൃഷി ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ അവർ വളർത്തുന്ന സസ്യങ്ങൾ, വാഴ, തെങ്ങ്, ഇതൊക്കെ വെട്ടി നിരത്തുന്ന ഒരു പരിപാടി, വെട്ടി നശിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്ന ഒരു സാംസ്കാരിക രീതിയായിരുന്നു. നമ്മുടെ VS അച്യുതാനന്ദനെ കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തെ അസോസിയേറ്റ് ചെയ്ത വാക്കായിരുന്നു വെട്ടി നിരത്ത്. അപ്പം അതെല്ലാം അക്രമമാണ്, അതെല്ലാം വയലൻസാണ്. എത്തീസം എപ്പോഴും വയലൻസിനെതിരെയാണ്. ബിക്കോസ് എത്തീസം എന്തിനാണ് എതിർക്കുന്നത്? ഗോഡിനെയാണ്. ഗോഡ് എന്ന് പറയുന്ന ഒരു ഇമ്പോസിഷനാണ്, വലിയൊരു സംഹാരമൂർത്തി, നിയമങ്ങൾ അനുസരിക്കണം, നമ്മളെ പിടിച്ച് ലോക്ക് ചെയ്തിടുന്നു. അപ്പോൾ എത്തീസം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യത്തിൽ ഒരിക്കലും വയലൻസ് ഇല്ല. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ബലപ്രയോഗം നടത്താൻ പറ്റുമോ? സ്വാതന്ത്ര്യം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സമൂഹത്തിന് അത്ര മനസ്സിലായിട്ടില്ല. അതാണ് വിഷയം. ബലപ്രയോഗമില്ല. പിന്നെ പെർസുവേഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അനുനയം, കാര്യങ്ങൾ പറയുക, ആശയങ്ങൾ ഇന്നതാണ്. അപ്പോൾ ചില ആളുകൾക്കത് കത്തും. ഒരാശയ പ്രസരണ ഉണ്ടാക്കുക. അപ്പോൾ ആളുകൾ വേണ്ടവരും ഒന്ന് എടുത്തോളൂ. എല്ലാവരെയും ഒന്നും മാറ്റാനൊന്നും പറ്റില്ല. വീട്ടിൽ പോയി ഒന്നും പറ്റത്തില്ല. തെളിവ് സഹിതം ബോധ്യപ്പെടുത്തുകയാണ്. അല്ല, നമ്മളങ്ങനെ ഒരു ഹൈവേസ് ഉണ്ടാക്കുക. ഹൈവേസ് ഓഫ് ഐഡിയാസ്, ആശയങ്ങളുടെ ഹൈവേസ്. നല്ല രീതിയിൽ ഒരു 12 ലെയിൻ ഉള്ള ഒരു ഹൈവേ ഉണ്ടാക്കില്ല. അപ്പോൾ ആളുകൾക്ക് വണ്ടി അവർ വാങ്ങും, വണ്ടി എടുത്തുകൊണ്ട് അവർ അതിനകത്ത് ഇറങ്ങും, അവർക്ക് പോകേണ്ടടുത്ത് പോകും. അപ്പോൾ ഹൈവേ ഇല്ലെങ്കിലോ? വണ്ടിയില്ല, വണ്ടി വാങ്ങിക്കില്ല, അവർ ചുമ്മാ വീട്ടിൽ ഇതായിട്ട് നടക്കും അല്ലേ? നമ്മൾ പശ്ചാത്തല സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ചിന്താപരമായ മാറ്റം വ്യക്തി സ്വയം ഉണ്ടാക്കണ്ട. അല്ലാതെ ആളുകൾ നോക്കൂ ഇതിങ്ങനെയാണ് അങ്ങനെയാണ്. പിന്നെ ഒന്നാമത് ഒരു കാര്യം, ഈ ഒരിക്കലും തെളിവ് കൊണ്ടുവന്ന്, യുക്തി കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ഫാക്റ്റ് കൊണ്ടുവന്നൊന്നും വിശ്വാസം മറിക്കാൻ പറ്റത്തില്ല. കാരണം ഈ വിശ്വാസം എന്നുള്ള സംഗതി ഉണ്ടാക്കിയിരിക്കുന്നതിൽ, ഒരു വസ്തു ഉണ്ടാക്കുന്നതിൽ, ഇപ്പോൾ തന്നെ നെയ്യപ്പം, അതിൽ നെയ്യ് വേണമെന്നിരിക്കട്ടെ, ഇപ്പോഴത്തെ നെയ്യപ്പത്തിൽ ആവശ്യമില്ല. അപ്പോൾ നെയ്യ് ഇല്ലെങ്കിൽ നെയ്യപ്പം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഇല്ല. അപ്പോൾ നെയ്യ് നമ്മൾ വിട്ടുകൊടുക്കുന്നില്ല. അപ്പോൾ അവർ നെയ്യപ്പം ഉണ്ടാക്കാതെ ഇങ്ങനെ നരകിച്ചു പോകും അല്ലേ? അപ്പോൾ വിശ്വാസം ഉണ്ടാകാൻ എന്തൊക്കെ ആവശ്യമുണ്ട്? അതിലൊരിക്കലും ഫാക്റ്റ് വരുന്നില്ല, എവിഡൻസ് വരുന്നില്ല, റീസൺ വരുന്നില്ല, ലോജിക്ക് വരുന്നില്ല. അപ്പോൾ ഇത് 4 നമ്മൾ അവരെ ഒരു വിശ്വാസിയുടെ മുന്നിൽ കൊണ്ടുപോയി നോക്കുക. അപ്പോൾ അവൻ ഉണ്ടാക്കിയിരിക്കുന്ന സാധനത്തിന്റെ ചേരുവയല്ല ഇത് 4. അപ്പോൾ ഇത് 4 കൊണ്ടുവന്നാലും അവനത് മാറ്റില്ല. തെളിവ് കൊടുത്ത് വിശ്വാസിയെ മാറ്റാൻ പറ്റില്ല. കാരണം തെളിവ് വെച്ചല്ല അവൻ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ലോജിക്ക് ഒക്കെ പറഞ്ഞ് അവനെ മാറ്റാൻ പറ്റില്ല. കാര്യം ലോജിക്ക് ഇതിനകത്തില്ല. ഫാക്റ്റ് പറഞ്ഞു, ഇപ്പോൾ ചന്ദ്രൻ ദേവനല്ല, അല്ലെ സൂര്യൻ ദേവനല്ല, അതൊരു ഹൈഡ്രജൻ ബോംബ് ഫാക്ടറിയാണ് എന്ന് പറഞ്ഞാലും അവൻ മാറില്ല. കാരണം ഇതൊന്നും
ഇതൊന്നും അവൻ്റെ റഡാറിൽ ഉള്ള കാര്യമല്ല. അത് എത്ര വലിയ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ യുക്തിസഹമായ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നു, പക്ഷേ യുക്തി ഇതിനാവശ്യമില്ല. വിശ്വാസത്തിന് യുക്തിരാഹിത്യമാണ് വിശ്വാസം. യുക്തിരാഹിത്യം കൊണ്ടുണ്ടായ ഒന്നിനെ യുക്തി കൊണ്ട് അട്ടിമറിക്കാൻ പറ്റുമോ? ഇല്ല. തെളിവ് രാഹിത്യത്തിൽ ഉണ്ടായ ഒന്നിനെ തെളിവ് കൊണ്ട് അട്ടിമറിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എത്ര ഹോപ്പ്ലെസ് ബിസിനസ് ആണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ? എത്ര ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. ഇറ്റ്സ് ഹോപ്പ്ലെസ്. അതുകൊണ്ടാണ് വളരെ കുറച്ച് ഈ പറഞ്ഞ എന്തുകൊണ്ടാണ് നിരീശ്വരവാദം പറയുന്നവർക്കൊന്നും ഒരു ഇത്ര വിശ്വാസത്തിന് ആളുകൾ ആ ഒരു രോഗത്തിന് അടിപ്പെട്ട് കഴിഞ്ഞാൽ വ്യക്തി സ്വയം പുറത്തു വരണം. ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് തിങ്, വെരി വെരി ഡിഫിക്കൽട്ട് തിങ്. വ്യക്തിയുടെ തീരുമാനമാണ് നാസ്തികത. വിശ്വാസം സമൂഹത്തിന്റെ തീരുമാനമാണ്. നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ സമൂഹത്തിൻ്റെതാണ്. അതാണ് നിങ്ങൾ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ജീവിക്കുമ്പോൾ ക്രിസ്ത്യാനിയും ഹിന്ദുവും ജൂതനും പാഴ്സിയൊക്കെ ആവുന്നതിൻ്റെ കാരണം നിങ്ങളുടെ സമൂഹത്തിൽ അതാണുള്ളത്. അത് നിങ്ങൾ ഇങ്ങനെ ചുവന്നുകൊണ്ട് നടക്കുന്നു, നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് കൈമാറുന്നു. പക്ഷെ ഞാനൊരു ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു. അമേരിക്കയിൽ നടത്തിയ ഒരു പഠനത്തിന്റെ ഭാഗമായിട്ട് മോർ ദാൻ 6000 കൗമാരപ്രായക്കാരിൽ ഒരു ടെസ്റ്റ് നടത്തി. അപ്പോൾ ആ ടെസ്റ്റിന്റെ റിപ്പോർട്ട് ഇങ്ങനെയായിരുന്നു. അതായത് അതിൽ നിന്നും നിരീശ്വരവാദിയായിട്ടുള്ള ആൾക്കാരുടെ എന്താ പറയുക ജീൻ ഉണ്ടാവില്ലേ, അതിൻ്റെ IQ, അവരുടെ IQ ലെവല് നിരീശ്വരവാദികളല്ലാത്ത അവരുടെ IQ ലെവലിനേക്കാൾ 6 പോയിന്റ് അധികമാണ്. അതായത് ഈ എത്തിസം എന്ന് പറഞ്ഞാൽ ബയോളജിക്കലോ ജനറ്റിക്കോ ആയിട്ടുള്ള സാധനം അല്ല. അതൊരു മിമറ്റിക് ആയിട്ടുള്ള മീമാണ്. അത് ബേസിക്കലി ഒരു സമൂഹത്തിൽ മതത്തെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ലെങ്കിൽ അവിടെ എത്തീസ്റ്റുകളെ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു എത്തീസ്റ്റിന്റെ മകൻ അല്ലെ മകൾ എത്തീസ്റ്റ് ആവുക എന്ന് പറയുന്നത് ഒരു CPM-കാരൻ്റെ മകൾ CPM-കാരി ആകുന്നത് പോലെ നടക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിങ്ങൾക്കൊരു CPM-ഓ അല്ലെങ്കിൽ ഒരു കോൺഗ്രസോ ഒക്കെ ആവുന്നതിന് പ്രത്യേകിച്ച് മറ്റു പരിശോധനകളുടെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ചുമ്മാ അതാണെന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഇഫ് യു വാണ്ട് ബി ആൻ എത്തീസ്റ്റ് യു നീഡ് ടു ബി കൺവിൻസ്ഡ് ഓഫ് സോ മെനി തിങ്സ് ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ അറൗണ്ട് ദേ ആർ സ്പീക്കിംഗ് എ ഡിഫറെൻറ്റ് ലാംഗ്വേജ് അല്ലേ, ദേ ആർ ലീഡിങ് എ ഡിഫറെൻറ്റ് ലൈഫ്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് നിൽക്കുമ്പോൾ ഒറ്റപ്പെട്ട് തോന്നും. അപ്പോൾ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾക്ക് ഉണ്ടാവണം. ഇത് പാർട്ടി പോലെയല്ല. അപ്പം അതുകൊണ്ട് അടുത്ത തലമുറയിലേക്ക് കൈമാറുക എന്ന് പറയുമ്പോൾ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. പിന്നെ എത്തീസം IQ-ൻ്റെ തെളിവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനങ്ങനെ അവകാശപ്പെടുന്നില്ല. പക്ഷേ ചില സർവേകളിലൊക്കെ അങ്ങനെ കാണാറുണ്ട്. അങ്ങനെയാണ് ഈ ബ്രൈറ്റ് മൂവ്മെൻറ്റ് തന്നെ വരുന്നത്. ബ്രൈറ്റ് മീൻസ് ഡിം ഓപ്പോസിറ്റ് ബ്രൈറ്റ്. കുറേ ബ്രൈറ്റ് ആയിട്ടുള്ള ആളുകളാണ് എത്തീസ്റ്റുകൾ എന്നുള്ളത്. സോ അവർ അഗ്നോസ്റ്റിക് എന്നൊന്നും വിളിക്കാതെ സ്വയം ബ്രൈറ്റ് എന്ന് വിളിക്കും. ചിന്താപരമായി ബ്രൈറ്റ്, അതാണ് ഒരു ക്ലെയിമാണത്. ബ്രൈറ്റ് ഈസ് എ ബ്രൈറ്റ്. അങ്ങനെയൊക്കെ സർവേകൾ വരാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. എന്തായാലും വിശ്വാസികൾ ബുദ്ധിപരമായി പിന്നോക്കമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. എത്തീസ്റ്റുകൾ മുന്നോക്കമാണെന്നും ഞാൻ കരുതുന്നില്ല. ബട്ട് ഇത് ബേസിക്കലി അപ്സ്റ്റേഴ്സ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്സ്റ്റേഴ്സ് എല്ലാവർക്കും ഉണ്ട്. അത് ഉപയോഗിക്കുന്നവരാണ് കൂടുതലും ഇത്തരത്തിലുള്ള ഇവർക്കിതൊരു പ്രശ്നമല്ല. ഇമോഷണൽ ബാരിയേഴ്സ് എന്നൊരു പ്രശ്നമല്ല. ഒരുപാട് സയൻറ്റിസ്റ്റുകൾ പണ്ടത്തെ കാലഘട്ടത്തിൽ ഒരു 19ാം നൂറ്റാണ്ട് വരെ അവരെല്ലാം തന്നെ വിശ്വാസികളായിരുന്നു. ഒരു സയൻറ്റിസ്റ്റിന് വിശ്വാസി അല്ലാതെ ഇരിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ ന്യൂട്ടണോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാലഘട്ടം നോക്കുകയാണെങ്കിൽ എവരിബഡി മാത്രം വിശ്വാസികളാണെന്ന് മാത്രമല്ല അവർ ഏതെങ്കിലും ഒരു പുരോഹിത വർഗം അല്ലെങ്കിൽ പള്ളികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതിലായിരിക്കും. ഇപ്പോൾ ഒരു കഴിഞ്ഞ 100-150 വർഷമായപ്പോഴാണ് ഈ സയൻസിൽ തന്നെ ആളുകൾ മതനിരപേക്ഷമായ രീതിയിൽ ചിന്തിക്കുന്ന സയൻറ്റിസ്റ്റുകളുണ്ടാകും. അത് ഇപ്പോഴത്തൊക്കെ കൂടുതലും ഭൂരിപക്ഷം സീരിയസ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റുകളും എത്തീസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇതപ്പോൾ എത്തീസം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആരും ഇല്ലെങ്കിലും, ഈ പഞ്ചായത്തിൽ ആരും ഇല്ലെങ്കിലും, ഈ ലോകത്ത് തന്നെ ആരും ഇല്ലെങ്കിലും അതാണ് എൻ്റെ ഒരു ശരിയായ രീതി. കാര്യം മറിച്ചൊരു തെളിവുകളില്ല. അതാണ് എൻ്റെ കാര്യം. നമ്മളെ തെളിവുകൾ നയിക്കട്ടെ എന്നാണ് പറയുന്നത്. എല്ലാ തെളിവുകളും എത്തീസത്തിലേക്കാണ് നീളുന്നത്. അതിപ്പോൾ ഞാനിപ്പോൾ എത്തിസ്റ്റ് ആയതുകൊണ്ടോ അല്ലാത്തതുകൊണ്ടോ അല്ല. ഞാനിപ്പോൾ നാളെ തിരിച്ച് കുറിയും ചാമ്പലും ഒക്കെ ഇട്ട് പോയി തുള്ളിയെന്നിരിക്കട്ടെ, എന്നാലും അതിന് തെളിവൊന്നുമില്ല. എനിക്ക് വേണേൽ ചെയ്യാം, നമുക്ക് വേണേൽ എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാം. എന്നാലും ഈ പറയുന്ന സാധനത്തിന് തെളിവില്ല, അതിന് യുക്തിയില്ല, ഒന്നുമില്ല. നമ്മൾ കാട്ടിക്കൂട്ടുന്ന ഒരു കോപ്രായം എന്നേ ഉള്ളൂ. ചില ആളുകളൊക്കെ അവസാന ഘട്ടത്തിൽ പിന്നെ ഭക്തി മാർഗത്തിലേക്കൊക്കെ പോകും. മീൻ എനിത്തിങ്. കാരണം നിങ്ങൾ അവസാന കാലഘട്ടത്തിൽ ചിലപ്പോൾ പഞ്ചസാര തിന്നുന്ന വൃദ്ധന്മാരെ കണ്ടിട്ടില്ലേ?
അവർ ചിലപ്പം ലുട്ടാപ്പി കഥകൾ വായിക്കും, കൊച്ചു കുട്ടികളുടെ കൂടെ കളിക്കും, ചിലപ്പോൾ മണ്ണ് കൂട്ടി ഇത് വെക്കും, കാർട്ടൂണുകൾ കാണും. അതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഒരു മനുഷ്യൻ ഇടിഞ്ഞിറങ്ങുകയോ മനുഷ്യൻ എന്തെങ്കിലും ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ അവൻ കാണിച്ചു കൂട്ടുന്നതും അല്ലാത്തപ്പോൾ കാണിച്ചു കൂട്ടുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം അല്ല യഥാർത്ഥത്തിലെ വസ്തുനിഷ്ഠ ലോകം. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് ചന്ദ്രൻ ഒരു ഗോളമാണ്, ഒരു പാറക്കഷ്ണമാണെന്ന് നമ്മൾ പറയുന്നു. ഗോളം എന്ന് പറഞ്ഞാൽ ഉപഗ്രഹം. വയസ്സാകുമ്പോൾ ഞാൻ പറയുന്നത് ഈ ചന്ദ്രൻ അങ്ങനെയല്ല. ചന്ദ്രൻ നമ്മളുടെ ജീവിതത്തിൻ്റെ പല പല കാര്യങ്ങളെ സ്വാധീനിക്കുന്ന ഒരു ഏജന്റാണ്. അതിങ്ങനെ സ്വാധീനിക്കുക അങ്ങനെ സ്വാധീനിക്കുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നിരിക്കട്ടെ. അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് ഈ ചന്ദ്രൻ അങ്ങനെ ആവും? ചന്ദ്രൻ റിമൈൻസ്. ഇതേപോലെ ഉള്ളൂ. ചില നിങ്ങൾ അവസാനം ലാസ്റ്റ് മിനിറ്റ് ഡെത്ത് ബെഡ് കൺവേർഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. മരിക്കുന്നതിന് മുമ്പ് വിശ്വാസിയാവുക. അതുകൊണ്ട് ഒരു കാര്യമില്ല, ഒരു കഴമ്പും ഇല്ലാത്ത ഒരു കാര്യമാണ്. വിശ്വാസികൾക്ക് ഇങ്ങനെ പറയാം, ഓക്കെ അയാൾ ഞങ്ങളുടെ കൂടെ അതേപോലെ വിഡ്ഢിയായി എന്ന് പറയാം. എല്ലാവരും വിഡ്ഢിയാണെങ്കിൽ വിഡ്ഢിത്തം നോർമലാവും. ഇപ്പോൾ വിഡ്ഢിത്തം നോർമലൈസ് ചെയ്യപ്പെടാത്തതിലുള്ള അതൃപ്തിയാണ് ഈ ആളുകൾ ഇങ്ങനെ ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ പറയുന്നതിൻ്റെ കാര്യം. സാർ പലപ്പോഴും മരണാനന്തര ജീവിതത്തെ പറ്റി സംസാരിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്ന ആ ചോദ്യമല്ല. ഈ ആത്മാവിനെ ഒരു ആംഗിളിൽ വിശദീകരിക്കാൻ പറഞ്ഞാൽ ഏത് ആംഗിളിലായിരിക്കും വിശദീകരിക്കുക? ആത്മാവ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഫിസിക്കലാണ്, ബേസിക്കലി മെറ്റീരിയൽ ആണല്ലോ ആംഗിൾ. ഒരു 360 ഡിഗ്രി, 180 ഡിഗ്രി അല്ലേ, 90 ഡിഗ്രി, ഇതെല്ലാം നമ്മൾ എവിടെയാണ് പറയുന്നത്? സ്പേസിലാണ്, അല്ലെങ്കിൽ സ്പേസും ടൈമും ഉള്ള ഒരു എടുത്താണ് ഈ ആംഗിൾ എന്ന് പറയുന്നൊരു സംഗതി. ആത്മാവെന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി? അവര് ബേസിക്കലി എല്ലാ ആത്മാവാദക്കാരും പറയുന്നത് അത് നോൺ ഫിസിക്കൽ, ഇമ്മെറ്റീരിയൽ, അല്ലെങ്കിൽ നോൺ മെറ്റീരിയൽ അല്ലേ, പ്രകൃത്യാതീതം, പ്രപഞ്ചാതീതം, അതല്ല ഇതല്ല മറ്റേതല്ല. ഈ ഉപനിഷത്തിന്റെ ഒക്കെ തന്നെ കേട്ടില്ലോ, നേതി 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 നേതി. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല 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 അതല്ല, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അതല്ല അതല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല. എന്നാൽ അതുണ്ട്, അതിങ്ങനെയാണ് അതിങ്ങനെയാണ്, ഇല്ലാത്ത ഒന്നിനുണ്ടെന്ന് തോന്നിപ്പിക്കുന്നത്. അങ്ങനെയല്ല. ഇപ്പം ഈ ആത്മാവിന്റെ ആംഗിളാണ് ചോദിച്ചത്. അല്ലേ, രണ്ടാ. പക്ഷെ ഞാൻ ചോദിക്കുക, ആത്മാവിന്റെ ആംഗിൾ പറയണമെങ്കിൽ ആത്മാവ് എന്താണെന്ന് പറയണ്ടേ? ഞാൻ ഉപനിഷത്തുകളിലൊക്കെ പൊതുവെ ദൈവസങ്കല്പമായാലും ആത്മസങ്കല്പമായാലും പറയുമ്പോൾ നേതി നേതി എന്നാണ് പറയുന്നത്. അത് അല്ല. നമ്മൾ പറയാം അതൊരു ഇന്റർവ്യൂ ആണോ? അല്ല, അതൊരു ഇന്റർവ്യൂ അല്ല. അതൊരു വഴക്കാണോ? വഴക്കല്ല. അതൊരു ബഹളമാണോ? ബഹളമല്ല. അതൊരു കുപ്പിയാണോ? കുപ്പിയല്ല. അതൊരു തേങ്ങയാണോ? തേങ്ങയല്ല. എന്ത് ചോദിച്ചാലും അല്ല അല്ല. അത് യുക്തിക്ക് വഴങ്ങുന്നതാണോ? അല്ല അല്ല, അത് യുക്തിക്ക് വഴങ്ങുന്നതല്ല. അത് തെളിവുള്ളതാണോ? അത് തെളിവുള്ളതല്ല. അത് ഭൗതികമാണോ? അത് ഭൗതികമല്ല. അതാണോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാം അല്ല അല്ല എന്ന് പറയുന്നതാണ് ദൈവം. ആത്മാവ് അങ്ങനെ തന്നെ. ഈ ഇന്ത്യൻ ഫിലോസഫി ബേസിക്കലി നേതി നേതി എന്നാണ്. അപ്പം അങ്ങനെയുള്ളതിനെ എങ്ങനെയാണ് നമ്മൾ ആക്ച്വലി എൻ്റെ ആംഗിൾ പറയുന്നത്? ഇപ്പോൾ ആത്മാവിൻ്റെ ആംഗിൾ ഞാൻ പറയണമെങ്കിൽ ആത്മാവ് ആദ്യം ഉണ്ടാവണം, എനിക്ക് അതിനെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടാവണം അല്ലേ. അപ്പോൾ ഇല്ലിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഷർട്ടിൻ്റെ കളർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് പറയാൻ പറ്റും. ഞാൻ കളർ ബ്ലൈൻഡ് അല്ലെങ്കിൽ കറക്റ്റായിട്ട് പറയും. അതിന് പുള്ളി അവിടെ ഇരിക്കാൻ വേണം, ഷർട്ട് ഇടുകയും വേണം. ഷർട്ട് ഇടാതിരുന്ന് കഴിഞ്ഞാൽ പോലും എനിക്ക് പറയാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ ആത്മാവിൻ്റെ ആംഗിൾ ഞാൻ എങ്ങനെയാണ് അതിനാ പറയുക? ആത്മാവിൻ്റെ ആംഗിളാണ് ചോദിച്ചത്. നിങ്ങളിരിക്കുന്ന ആംഗിൾ വേണേൽ എനിക്ക് പറയാം. അത്രേ ഉള്ളൂ. മൂർത്തമായ ഒന്നിന്റെ ആംഗിൾ മാത്രമേ നമുക്ക് നിശ്ചയിക്കാൻ കഴിയൂ. അതെ അതെ, മൂർത്തമായിരിക്കണമല്ലോ. അല്ലാത്തതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതും അതിനെക്കുറിച്ച് വിചിന്തനമൊക്കെ നടത്തുന്നത് ഫാഴ്സിക്കലാണ്, അപഹാസ്യമാണ്. എങ്ങനെ പറയാം? നമ്മൾ വി ആർ ടോക്കിംഗ് അബൌട്ട് സംതിങ് വി ഡു നോട്ട് നോ. ഞാൻ പറഞ്ഞാൽ തന്നെ എനിക്ക് അറിയാൻ വയ്യാത്ത ഒരു കാര്യത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾ കേട്ടാലും അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ പരസ്പരം ചീറ്റിംഗ് ആൻഡ് ഫൂളിംഗ് ഈച്ച് അതർ. ഓക്കെ, അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഹോമിയോപ്പതിനെ പറ്റിയിട്ട് തന്നെയാണ്. അതായത് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ച ഒന്നിന് മാത്രമേ നമുക്കിവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റൂ അല്ലേ. ഏതൊരു കാര്യത്തിനായാലും ഏതൊരു എന്താ പറയാ ചികിത്സാ രീതിയെയും അത് ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിക്കണം.
അപ്പൊ ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ച ഒരു ചികിത്സാ രീതി തന്നെയാണല്ലോ ഹോമിയോപ്പതി അല്ലേ? അംഗീകരിച്ചിട്ടില്ലേ? പക്ഷെ അത് സാർ എന്നെ പല പ്രാവശ്യം പറഞ്ഞത് കേട്ടിട്ടുണ്ട്. 30C ആ ഒരു ലെവലിലാണ് ഇതിനെ ഡൈലൂട്ട് ചെയ്ത് അങ്ങനെ നോക്കുമ്പോൾ അറ്റ് ലാസ്റ്റ് അതിൽ ഒന്നുമില്ല. പിന്നെ അത് ഏത് രീതിയിലാണ് രോഗത്തെ ക്യൂർ ചെയ്യാന്നുള്ള രീതിയിൽ. പിന്നെ അതെന്തുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ചത്? യാതൊരു തെളിവില്ലാത്ത ഒരു സാധനത്തിനെ അംഗീകരിക്കുമോ? ഒരു തെളിവില്ലാത്തതാണ് ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിക്കാൻ ഏറ്റവും എളുപ്പം. ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിക്കുന്ന സാധനങ്ങളിൽ ഏതിനാണ് തെളിവ് ഒരു വിഷയമല്ല. ഞാൻ പറഞ്ഞില്ലയോ, ബേസിക്കലി ഇതിൻ്റെ ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞു. തെളിവ്, വസ്തുത, യുക്തി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം കൊള്ളുന്ന ഒന്നല്ല ഈ വിശ്വാസങ്ങൾ എന്ന് പറയുന്നത്. വിശ്വാസ ചികിത്സയും അങ്ങനെ തന്നെയാണ്. ഇത് മൂന്നും വന്നു കഴിഞ്ഞാൽ അത് പോവുകയില്ല. ഒരു മോളിക്കൂൾ പോലും ഇല്ലെന്ന് തെളിയിച്ചാലും ഹോമിയോപ്പതി വർക്ക് ചെയ്യുന്നെന്നും പറഞ്ഞ ആളുകൾ ബഹളം ഉണ്ടാക്കും. എൻ്റെ അനുഭവമാണ്, എൻ്റെയാണ് മാറി, എൻ്റെ അരിമ്പാറ മാറിയെന്ന് തന്നെ അവർ പറയും. അപ്പോൾ പറയടാ, ഈ 30C ആകുമ്പോൾ തന്നെ ഒറ്റ മോളിക്കൂളും അതിനകത്ത് ഇല്ലല്ലോ, പിന്നെ നിന്നെ ഭേദമാക്കിയത്? അതെനിക്കറിയില്ല. അതിനകത്ത് എന്തോ ഉള്ള ഒരു എന്തിര് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ആളുകൾ. അപ്പം പിന്നെ അത് ഭൗതികമാണോ? അഭൗതികമല്ല. അത് മറ്റേതാണോ? അല്ല. ഇതിൻ്റെതാണോ? അല്ല. നേതി. അതായത് ഒരു വിശ്വാസിക്കും ഈ ഹോളിൽ എത്ര വിശ്വാസികളുണ്ടെന്ന് എനിക്കറിയില്ല. ഒരു വിശ്വാസിക്ക് അവൻ എന്തിലാണ് വിശ്വസിക്കുന്നത് എന്നറിയില്ല. അറിഞ്ഞാൽ അവന് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അറിയുന്ന ഒരു കാര്യം വിശ്വസിക്കേണ്ട കാര്യമില്ല. പോയിന്റ് ക്ലിയർ ആയോ? അതായത് നമ്മൾ അറിയുന്ന ഒരു കാര്യം നമുക്ക് വിശ്വസിക്കേണ്ട കാര്യമില്ല. അത് അറിവാണ്. ലൈക്ക് സൺ എന്ന് പറയുന്നത്, സണ്ണിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നൊരാൾക്ക് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സൺ അവിടെ ഉണ്ട്, അല്ലേ? ഇറ്റ്സ് എ ഫാക്ട്. ഫാക്റ്റ് അല്ലാത്തതിലാണ് നമ്മൾക്ക് വിശ്വസിക്കേണ്ടി വരുന്നത്. ഫാക്റ്റുകൾ നമ്മൾ അറിയുന്നു, മനസ്സിലാക്കുന്നു, ഈ രണ്ടവസ്ഥകളേ ഉള്ളൂ. അപ്പം ഞാൻ സൂര്യനെ കുറിച്ച് മനസ്സിലാക്കുന്നു, ബിക്കോസ് സൂര്യൻ ഈസ് ദെയർ. ഞാൻ വേറൊരു സംഗതിയെക്കുറിച്ച്, ജലത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നു, ജലമുണ്ട്. അപ്പോൾ ജലത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നു, ജലത്തെക്കുറിച്ച് അറിയുന്നു. ജലത്തിൽ വിശ്വസിക്കേണ്ട കാര്യമില്ല. വിശ്വസിക്കേണ്ടി വരുന്നത് ഇല്ലാത്ത കാര്യങ്ങളിലാണ് വിശ്വസിക്കേണ്ടി വരുന്നത്. ഇല്ലാത്ത കാര്യം അതിലാണ് ഞാൻ ഇങ്ങനെ അതിൽ വിശ്വസിക്കും. ഞാൻ ചാത്തനിൽ വിശ്വസിക്കുന്നു. ചാത്തനിൽ നിങ്ങൾക്ക് വിശ്വസിക്കാനേ സാധിക്കൂ. അപ്പോൾ ചില പ്രസ്ഥാനം ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഓക്കെ, ചാത്തനിൽ വിശ്വസിക്കുന്നു, പ്രേതത്തിൽ വിശ്വസിക്കുന്നു, എല്ലാം ഓക്കെയാണ്. പക്ഷെ ചിലർ ഞാൻ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നത് ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതൊരു ഫോൾസ് ക്ലെയിമാണ് അവർ നടത്തുന്നതാണ്, ചുമ്മാ അങ്ങ് പറയുകയാണ് അവർ. അപ്പോൾ അവരോട് ചോദിക്കും എങ്ങനെയാണ് ദൈവം എന്ന് ചോദിക്കുമ്പോൾ, ദൈവം മനുഷ്യന്റെ ആകൃതിയിൽ, ദൈവത്തിന്റെ ആകൃതിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നവരുണ്ട്. അതിന് അരൂപിയാണ്, അരൂപിയാണ്, വിരൂപിയാണ്, സരൂപിയാണ്, പല സാധനങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഇവർക്കാർക്കൊന്നും അറിയില്ല. പക്ഷെ പല ഘട്ടത്തിലും നമുക്ക് ആശ്വാസമായിട്ട് അങ്ങനെ ഒരു ആശ്വാസം, എല്ലാം ആശ്വാസം. വെള്ളം അടിക്കുന്നവരും അത് തന്നെയല്ലേ പറയുന്നത്. പിടിച്ച് വീണ ഒറ്റ ഉറക്കം ഉറങ്ങി കഴിഞ്ഞാൽ നല്ല സുഖമാണ്, അല്ല 2 പുക മതിയെന്ന് പറയത്തില്ലേ, അതെല്ലാം ആശ്വാസമാണ്. ചില പറയുന്നത്, അന്നേരം ചില ഈ അടുത്ത ഒരാൾ പറഞ്ഞത് ദിലീപിൻ്റെ ഒരു സിനിമ കണ്ടാൽ മതി, നല്ല ആശ്വാസം കിട്ടുമെന്ന്. അത് അയാളുടെ ആശ്വാസ രീതിയാണ്. പലർക്കും പല രീതിയിലുള്ള ആശ്വാസം അല്ലേ. ഇപ്പോൾ ഒരാൾക്ക് 1000 രൂപയാണ് ശമ്പളം, നമ്മൾ പറയണേ ഇതിപ്പോൾ 10 രൂപ ഉണ്ട്, 10,000 ഉണ്ട് വെച്ചോ എന്ന് പറഞ്ഞാൽ അവന് ഇച്ചിരി ആശ്വാസം കൂടും അല്ലേ. ഞാൻ പറഞ്ഞു ആശ്വാസം കൊണ്ടുവരുന്നത് ആക്ച്വലി എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. നമ്മളിൽ കൂടുതൽ ഡോപ്പമീൻ ഉൽപ്പാദിപ്പിക്കുന്ന ഇതെല്ലാം ആശ്വാസമാണ്. ജോലി കിട്ടുന്നതെന്ന് പറയുമ്പോൾ ഭയങ്കര ആശ്വാസം, ആഹ്ലാദം, ആവേശം, അപസ്മാരം ലെവലിലേക്ക് നമ്മൾ പോകും. അപ്പോൾ കൂടുതൽ സാധനങ്ങൾ, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇങ്ങനെ പൊട്ടി ഒഴുകുകയാണ്, നമ്മുടെ മസ്തിഷ്കത്തിൽ പൂക്കുട വിരിയുകയാണ്. സന്തോഷം, ആശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോങ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ പ്രതീക്ഷിച്ചിട്ട് അത് സംഭവിക്കാതിരിക്കുമ്പോൾ വരുന്നതാണ് ആശ്വാസം എന്ന് പറയുന്നത്. പക്ഷെ ഇതൊക്കെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ദൈവം, അതൊക്കെ ഓരോരോ ആൾക്കാരുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. അതുപോലെ അല്ലല്ലോ ഒരു ചികിത്സാ രീതി എന്ന് പറയുമ്പോൾ. ചികിത്സാ രീതി വർക്ക് ചെയ്യുന്ന ഞാൻ പറഞ്ഞ വിശ്വാസ ചികിത്സ. ചില ആൾക്കാർ പിന്നെ തിരുപ്പതിയിൽ പോകുമല്ലോ, അവർ തിരിച്ചു വന്നിട്ട് രോഗം മാറി എന്ന് പറയാറില്ലേ. ചില കരിഷ്മാറ്റിക് കൺവെൻഷൻ സെൻ്ററിൽ പോകില്ലേ, മെഡിക്കൽ കോളേജിൽ നിന്ന് തള്ളിയ കേസുകളൊക്കെ അവർ ചികിത്സിച്ച് ഭേദമാക്കത്തില്ല. അവിടെ എന്തെങ്കിലും ചികിത്സ ഉണ്ടോ? അവിടെ പേപ്പർ വിഴുങ്ങാനായിരിക്കും പറയുന്നത്. ക്യാൻസർ എന്ന് പറയുന്ന രോഗം മാറ്റാനായിട്ട് ക്യാൻസർ എന്ന് എഴുതിയ പേപ്പർ രാവിലെ ചമ്മന്തിയുടെ കൂടെ അരച്ച് കഴിക്കാനായിരിക്കും പറയുന്നത്. അവർ കുറേ കഴിഞ്ഞ് വന്നിട്ട് പറയും ക്യാൻസർ മാറി, ഞാൻ മെഡിക്കൽ കോളേജിൽ പോയി, അതൊരു രക്ഷയില്ല, പക്ഷെ ഇത് മാറി. അതെന്താ തെറ്റ്?
ദൈവവിശ്വാസം ആശ്വാസം പോലാണ് ഈ പേപ്പർ വിഴുങ്ങലും ആശ്വാസമാവുന്നത്. ചിലടത്ത് മീൻ വിഴുങ്ങലാവും. ഇതെല്ലാം ആശ്വാസമാണ്. ഇതെല്ലാം ഫെയ്ത്ത് ഹീലിംഗ് ആണ്. ഫെയ്ത്ത് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ വിശ്വാസ ചികിത്സ. വിശ്വാസം പോലെ തന്നെയാണ് വിശ്വാസ ചികിത്സ. ദർ ഇസ് നോ ഡിഫറൻസ്. അതിന് പൂജാരിമാരും പുരോഹിതരും ഒക്കെയാണ് ഉള്ളെങ്കിൽ ഇതിന് വെള്ളക്കോട്ടിട്ടവരും ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഒരു ഹോമിയോപ്പതിക്കാരനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവനൊരു ബ്ലഡ് ടെസ്റ്റിനും ഒരു സ്കാനിങ്ങും ഒക്കെ എഴുതി തന്നിരിക്കും. ജസ്റ്റ് ഫോർ എ ഹൊറർ. അവനത് എഴുതി തന്നിരിക്കും. അല്ലെ, കേരളത്തിലെ പല ഹോമിയോപ്പതിക്കാർക്കും ഈ അടുത്തുള്ള അൾട്രാസൗണ്ട് സ്കാൻ സെന്റേഴ്സുമായിട്ടൊക്കെ കണക്ഷൻസ് ഉണ്ടാവും. കമ്മീഷൻ വ്യവസ്ഥയിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അവർ ഈ പറയുന്ന സാധനം ഇതാണ്. അല്ലെ, തൊട്ടിൽ കെട്ടി കുട്ടികളെ ഉണ്ടാക്കുന്നത് പോലെ തൊട്ടിൽ കൊണ്ടുവന്ന് ആൽമരത്തെ കെട്ടിയാൽ കുട്ടികളുണ്ടാവും എന്ന് പറയും. ഉണ്ടാവില്ലയോ? അങ്ങനെ ഒരാൾക്കും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ തൊട്ടിൽ കുട്ടിയത് കൊണ്ടല്ല കുട്ടികളുണ്ടായതെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ വിവരം വേണ്ടേ? അല്ലേ? അതായത് ഞാൻ ഇത് പലപ്പോഴും പറയുന്ന ഒരു കാര്യം ഉണ്ടാവാനായിട്ടുള്ള നെസസറി റീസൺസ് എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലാതെ ഈ സൂപ്പർ ഫ്ലൂസ് ആയിട്ടുള്ള കാരണം. ഉദാഹരണമായിട്ട് ഇന്നിപ്പോൾ നമ്മുടെ ഈ ഇൻ്റർവ്യൂ ഇവിടെ നടക്കുക. ഇൻ്റർവ്യൂ നടക്കാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. നിങ്ങൾ വരണം, ഇവർ വരണം, അത് ചെയ്യണം. NTP, നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഇപ്പോൾ ചൂട് കൂടുകയാണെങ്കിൽ നമ്മൾ ചാടി വിടുന്നു, പ്രഷർ കൂടുകയാണെങ്കിൽ നമ്മൾ പൊട്ടിപ്പോവും. ഇതെല്ലാം സെറ്റായി വരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഗിരീഷ് ഷൂ ഇട്ടുകൊണ്ട് വന്നുകൊണ്ടാണ് ഈ ഇൻ്റർവ്യൂ നടന്നത്, അല്ലെങ്കിൽ നടക്കില്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റാണെന്ന് തെളിയിക്കാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല. നോക്കുമ്പോൾ കാണാൻ അവൻ ഷൂ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട്, ശരിയാണല്ലോ എന്ന് പറയും. കറക്റ്റ്. ഇനി ഇത് ഇങ്ങനെ അല്ല എന്നറിയാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഷൂ അവനെ ഷൂ ഇല്ലാതെ വരുത്തണം, അല്ലെ അവനെ തന്നെ വരുത്താതെ ചെയ്ത് നോക്കണം, അല്ലേ? അപ്പോഴും ഇന്റർവ്യൂ നടക്കുകയാണെങ്കിൽ ഈ ഷൂവോ അവനോ ആയിരുന്നില്ല, അതിന്റെ കാരണം ഒന്ന് മനസ്സിലാവും. പക്ഷെ നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ നിങ്ങളത് ചെയ്യില്ല. നിങ്ങൾ എപ്പോഴും ഇവനെയും പിടിച്ച് അവനെ പിടിച്ചൊരു ഷൂ ഇട്ടുകൊണ്ട് ഇന്റർവ്യൂ കൊണ്ടുവെക്കും. പണ്ട് ഈ കഷായം തയ്യാറാക്കുന്നില്ലേ, പഴയ ഒരു കഥയുണ്ട്. എല്ലാ പ്രാവശ്യവും കഷായം റെഡിയാക്കുമ്പോൾ ഒരു വീട്ടിലെ വൈദ്യരുടെ വീട്ടിലെ ഒരു കറുത്ത പൂച്ച, ഒരു കണ്ടം പൂച്ച. ഈ പൂച്ച ഭയങ്കര അസ്വസ്ഥമാണ്. പഴയ ഇങ്ങനെ ഇറാഖ് യുദ്ധമൊക്കെ ആലോചിച്ചായിരിക്കും ഭയങ്കര അസ്വസ്ഥനായിരിക്കുന്ന ഒരു പൂച്ച. ഈ പൂച്ച ബഹളം ഉണ്ടാക്കും. അന്നേരം എന്ത് ചെയ്യും? ഈ കൂട്ടൊക്കെ ഉണ്ടല്ലേ, കൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔഷധക്കൂട്ടുകൾ, ഓക്കെ, അതൊക്കെ തട്ടിമറിച്ച് കളയും. അന്നേരം ഈ വൈദ്യർ എന്തോ എന്താണ് പുള്ളിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, പുള്ളി അങ്ങ് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആയിട്ട് പറഞ്ഞ് ഈ നാശത്തെ പിടിച്ചു കൊണ്ടുവന്ന് അടച്ചിടാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പിന്നെ മകൻ ഈ പൂച്ച പിടിച്ചൊരു കൊട്ടയുടെ കീഴിൽ അടച്ചിടും. എന്നിട്ട് അടുത്ത ആഴ്ച അങ്ങനെയാണ് അന്ന് ഈ കഷായം ഉണ്ടാക്കിയത്. അടുത്ത ആഴ്ച വീണ്ടും ചെയ്യുമ്പോൾ എന്താണ്, ഈ പൂച്ചയുടെ കാര്യം മറന്നു പോകും. പൂച്ച വീണ്ടും വന്ന് വെള്ളം ഉണ്ടാക്കും. അത് കറുത്ത പൂച്ചയാണ്. അപ്പം മാൻ്റെ പറയണ നീ എന്നോടല്ലേ പറഞ്ഞത്, നിനക്കൊരു ഇതുമില്ല, നിനക്കൊരു ശ്രദ്ധയില്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ്റെയൊക്കെ വീണ്ടും പൂച്ചയുടെ കാര്യം പറയും. പൂച്ചയെ പിടിച്ച് കൊട്ടയിലടക്കും. അപ്പോൾ ഒരേ സ്ഥലത്താണ് ഈ കോട്ടയും പൂച്ചയൊക്കെ. കുറെ കഴിഞ്ഞപ്പോൾ ഒരു 40,000 തലമുറ കഴിഞ്ഞ് ഈ കുടുംബത്തിൽ ഇപ്പോൾ കഷായം ഉണ്ടാക്കുന്നതിന് മുമ്പ് നാട്ടിലെവിടെങ്കിലും പോയി ഒരു കറുത്ത പൂച്ചയെ കണ്ടെത്തിയിട്ട് അത് കൊണ്ടുവന്നിട്ട് കൊട്ടയെ പിടിച്ച് അടച്ചിട്ട് അവർ കഷായത്തിന് തിരി തെളിക്കുള്ളൂ. ഇതേപോലെയാണ് നമ്മുടെ വിശ്വാസങ്ങളെല്ലാം. ശരിയാ, മനസ്സിലായി? പിന്നെ ഇതൊക്കെ മാറ്റിയാൽ വ്രണപ്പെടും, ബ്ലീഡിങ് ആവും, എന്തൊക്കെ പ്രശ്നങ്ങളാണ്. ഇതിനകത്തൊന്നും ഒരു 10 പൈസയുടെ വസ്തുതയോ സത്യമോ ലോജിക്കോ ഇല്ല. പിന്നെ കളക്റ്റീവ് ഹിസ്റ്റീരിയ പോലെ ആളുകൾ കൊണ്ട് നടക്കുന്നു. അവർക്ക് അവരുടെ ജീവിതം മുഴുവൻ താങ്ങി നിർത്തുന്ന ആരോ ഉണ്ട്, അല്ലേ? പക്ഷെ ഒരുപാട് ചിന്തിക്കുന്ന ആൾക്കാർ പോലും ഇപ്പൊ ഏറ്റവും കൂടുതൽ തരംഗമായിട്ട് നിൽക്കുന്നത് ആ ഒരു കൈലണിയുന്ന ബ്രേസ്ലെറ്റ് ആണല്ലോ. അതറിയില്ലേ? അറിയില്ല. ആ കയ്യില് അണിയുന്ന ബ്രേസ്ലെറ്റ് ഉണ്ട്, പലതരം കല്ലുകൾ. അപ്പൊ ആ ഓരോ കല്ലിനും ഓരോ പ്രാധാന്യമാണ്. 5 കല്ലുകളുള്ള ബ്രേസ്ലെറ്റ് ഉണ്ട്, അതേപോലെ 7 കല്ലുകളുള്ളത്. പിന്നെ അതിനനുസരിച്ച് വിലയും കൂടുവേ. പിന്നെ അത് മാത്രല്ല, അപ്പൊ അത് നമ്മുടെ നേർക്ക് വരുന്ന ആ നെഗറ്റിവിറ്റീനെ നമ്മളിലേക്ക് ആകർഷിക്കില്ല, അങ്ങനെയാണ് പറയപ്പെടുന്നത്. പക്ഷെ ഇതിന്റെ മെയിൻ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ വലിയ വലിയ ഫിലിം സ്റ്റാർസ് പോലും ഇതൊക്കെ യൂസ് ചെയ്ത് അവരുടെ കയ്യിലൊക്കെ ഇങ്ങനെ ഒരുപാടാണ് ഉള്ളത്. അതൊക്കെ എന്തുകൊണ്ടാ? എല്ലാ വിശ്വാസം സംബന്ധിച്ചുള്ള എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിലും കൈ നീണ്ടി ചെല്ലുന്നത് എങ്ങോട്ടാണെന്നറിയോ? എങ്ങനെ? ഈ അനുഷ്ഠാനങ്ങളിലും ആചാരങ്ങളിലും ഇതേപോലെയുള്ള ആക്ടുകൾ, ഫെയ്ത്ത് ആക്ട് എന്ന് പറയുന്ന എല്ലാ ആക്ടുകളിലും കൈ നീണ്ടി ചെല്ലുന്നത് എങ്ങോട്ടാണെന്നറിയോ?
ഭക്തൻ്റെ പോക്കറ്റിലേക്കാണ്. നിങ്ങളറിയത്തില്ല, നിങ്ങളുടെ പോക്കറ്റിൽ അവൻ്റെ കൈ വന്നിരിക്കും. അതിനിപ്പോൾ ന്യൂമറോളജി ആണെങ്കിലും കല്ലാണെങ്കിലും പിന്നെ അമ്പല ദർശനമാണെങ്കിലും എന്ത് സംഗതിയാണേലും അതിനൊരു നിങ്ങളെ കൊള്ളയടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു അടിസ്ഥാനം. നിങ്ങൾ വില്ലിങ്ലി യു ആർ റോബ്ഡ്. നിങ്ങൾ സ്വയം അറിഞ്ഞു കൊടുത്ത് അതൊരു ബേസിക്കലി ഒരു ചൂഷണമാണ്. പക്ഷേ നിങ്ങളതൊരു ചൂഷണമാണെന്ന് നിങ്ങൾ കരുതുന്നില്ല. ഇപ്പോൾ രണ്ടാം തരം, ആദ്യത്തെ ഒരു ചൂഷണമാണ്, അപ്പോൾ ചീറ്റിങ്. പിന്നെ ചൂഷണമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല, അത് രണ്ടാമത്തെ ചീറ്റിങ്. മനസ്സിലായല്ലോ? ഇത് രണ്ടും നടക്കുമ്പോഴാണ് ഒരു വിശ്വാസം നടക്കുന്നത്. അതിപ്പോൾ ജ്യോതിഷം ആയിക്കോട്ടെ, കല്ലായിക്കോട്ടെ, എന്ത് സംഗതി ആയാലും. ഇപ്പോൾ വലിയ വലിയ സിനിമാ സ്റ്റാർ എന്ന് പറയും. സിനിമ എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്? അന്ധവിശ്വാസങ്ങളിലെ സൂപ്പർ മാർക്കറ്റാണ്. അവിടെ ഈ പറയുന്ന വെളിവുള്ള ആളുകളൊക്കെ ഉണ്ടാവും. എനിക്കറിയത്തില്ല, ഞാൻ ആരെയും കണ്ടിട്ടില്ല. അവർ സംസാരിക്കുന്ന തന്നെ എന്താണ്? ബേസിക്കലി സിനിമ തന്നെ മേക്ക് ബിലീഫാണ്, റിയാലിറ്റി അല്ല. ഇപ്പോൾ ഒരു നടൻ തന്നെ 10 പേരെ അടിച്ചിടുന്നു, പറന്നടിക്കുന്നു. അത് കണ്ടുകൊണ്ട് ഈ നടൻ എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ, നടുവെടുക്കാൻ വയ്യാത്തവനാണെന്ന് അറിഞ്ഞിട്ടും ഈ 10 പേരെ അടിച്ചിടുന്ന കണ്ടിട്ട് കൈയടിക്കുന്ന, ആർത്ത് വിളിക്കുന്ന പ്രേക്ഷകരാണുള്ളത്. ഇപ്പോൾ എല്ലാവരും ഒരു പാരലൽ വേൾഡിലാണ്. സിനിമയിലും സീരിയലിലും കലയിലും എല്ലാം തന്നെ പാരലൽ വേൾഡാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഹാരി പോട്ടർ എന്ന് പറയുന്ന സംഗതി സാധ്യമാണെന്ന് കരുതുന്നവരാണോ ഹാരി പോട്ടർ ആസ്വദിക്കുന്നത്? അല്ല. അവർക്ക് അങ്ങനെയൊക്കെ ഭാവനയിലൂടെയൊക്കെ കാണാനും അതിൽ അഭിരമിക്കാനും ഇഷ്ടമാണ്, അല്ലേ? നമ്മളുടെ ഏറ്റവും ശക്തമായ പ്രണയബന്ധങ്ങൾ പലപ്പോഴും നമ്മൾ യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടില്ല. നമ്മളത് ഭാവനയിൽ സങ്കല്പിച്ചെടുക്കുന്നതാണ്. നമ്മൾ ഒരുപാട് എണ്ണത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ജീവിതത്തിലെ നല്ല നല്ല മുഹൂർത്തങ്ങളിലൊക്കെ നമ്മൾ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ അതിനകത്തൊന്നും നമ്മൾ യഥാർത്ഥത്തിൽ ഇല്ല. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്ന ഒരു സൂപ്പർ കമ്പ്യൂട്ടർ സിമുലേറ്റ് ചെയ്തുണ്ടാക്കുന്ന ഓരോരോ അനുഭവങ്ങളാണ് നമ്മുടെ ഏറ്റവും മികച്ച അനുഭവങ്ങൾ. കലയെന്ന് പറയുന്നത് അതിൻ്റെ ഒരു വെന്റിലേഷനാണ്. നമ്മുടെ ഭാവന, ഇമാജിനേഷൻ, ഫാൻസി, ഇതൊക്കെ പ്ലേ ചെയ്യാനായിട്ടുള്ള ഒരു മീഡിയമാണ് കല. അവിടെയുള്ള ആളുകൾ ചിന്താപരമായിട്ട് മിക്കവാറും പലപ്പോഴും ഒരു പാരലൽ വേൾഡിൽ ജീവിച്ചിരിക്കുന്നവരായിരിക്കും, അല്ലേ? അവരുടെ കഥാപാത്രങ്ങൾ തന്നെ നമുക്ക് ഔട്ട് ഓഫ് ലൈഫ് അല്ലേ? ഇപ്പം മഹാഭാരതത്തിൽ അഭിനയിക്കുന്ന ഒരാൾ കർണനാണ്. അയാൾ പറയും ഞാൻ കർണനാണ് എന്ന് കരുതി 1 വർഷം മുഴുവൻ കർണനാണെന്നുള്ള, കർണൻ്റെ ഹാങ് ഓവറിൽ കഴിഞ്ഞു എന്നൊക്കെ പറയുന്നില്ല. അയാൾ കർണനല്ല, അയാൾക്ക് എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത ആളായിരിക്കും. പക്ഷേ അയാൾ കർണനായിട്ട് അഭിനയിച്ചു. പിന്നെ 1 വർഷം അയാൾ കർണനാണെന്ന് അയാൾക്ക് തോന്നുന്നു. പിന്നെ അതിൽ നിന്ന് പുറത്തു വരുന്നു. അവർ പറയുന്നത് എന്താണ്? പരകായ, അങ്ങനെയൊന്നുമില്ല. അവർ ആ ഒരു ഭാവനാ തലത്തിൽ ജീവിക്കുകയാണ്. ഇത് പല രീതിയിലും സാധിക്കും. ഇത് നിങ്ങൾ സിനിമയിൽ അഭിനയിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ പല ഹാലൂസിനേറ്റിംഗ് ആയിട്ടുള്ള ഡ്രഗ്സ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഔട്ട് ഓഫ് റിയാലിറ്റി ആവും. നിങ്ങൾ ചിലപ്പോൾ പറന്ന് നടക്കുന്നതായിട്ടോ ഒഴുകി നടക്കുന്നതായിട്ടോ. പിന്നെ നിങ്ങൾ ചിലപ്പം ചാക്കാല വീട്ടിൽ ചെന്ന് ചിരിച്ചുകൊണ്ടിരിക്കും, കല്യാണ വീട്ടിൽ ചെന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. കാരണം ഈ സാധനം, ഈ 1.5 കിലോഗ്രാം ജെല്ലി ഒന്ന് അൾട്ടർ ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾ നോർമലായിട്ടിരിക്കുന്ന എന്താ കാര്യം? നോർമലായിട്ട് നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ടാകും. എന്തായാലും പുകയൊക്കെ കയറ്റി ഇതിനെയൊന്ന് മാറ്റാന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരു അവസ്ഥയിലായിരിക്കും. ചില ആൾക്കാർ ചുമ്മാ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ, എന്തിനാ ഇരിക്കുന്നത് ചോദിച്ചാൽ ചുമ്മാ ഒരു കാര്യമില്ല, വീണ്ടും ചിരിക്കും. അപ്പോൾ ചിരി നിർത്താത്ത ആളുകളുണ്ട്. രാവിലെ തൊട്ട് സ്വിച്ചിട്ടോണ് ചിരിക്കുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ അതൊരു പൊടി വല്ലതുമായിരിക്കും, എന്തെങ്കിലും ഒരു സാധനമായിരിക്കും. നിങ്ങളുടെ നോർമൽ കോൺഷ്യസിനെ അൾട്ടർ ചെയ്യുന്ന ഒരുപാട് വസ്തുക്കൾ ഈ ലോകത്തുണ്ട്. ഈ കല എന്ന് പറയുന്നതും സ്വപ്നം എന്ന് പറയുന്നതും ഭാവന എന്ന് പറയുന്നതും ഡേ ഡ്രീമിംഗ് എന്നൊക്കെ പറയുന്നത് സോഫ്റ്റ്വെയർ വേസാണ്. അതൊരു സോഫ്റ്റ്വെയർസാണ്. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ചില കൗമാരപ്രായമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്രണയത്തെക്കുറിച്ചും ഇണകളെക്കുറിച്ചും ഒക്കെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയെന്നുണ്ടെങ്കിൽ നല്ല രസമാണ്. നിങ്ങൾ ചിലപ്പോൾ മറ്റു കാര്യങ്ങളൊന്നും ഓർക്കില്ല. ദുർവാസാവിൻ്റെ കഥ അറിയത്തില്ലേ? അറിയുന്നില്ല. ശകുന്തള. ശകുന്തള ദുഷ്യന്തനെ കുറിച്ച് ഓർത്തിരിക്കുമ്പോഴാണ് ദുർവാസാവ് വരുന്നത്. ദുർവാസാവ് ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെ വരുമ്പോഴാണ് ശകുന്തള എടുത്ത് വരുവാണ്. ശകുന്തള ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ദുഷ്യന്തനെ കുറിച്ച്. അപ്പം പരിസരത്ത് വരുന്ന ആ പദ ചലനങ്ങളൊന്നും അറിയുന്നില്ല. അവള് സൈലന്റ് മോഡിലാണ് മൊബൈലും. അപ്പോൾ ഇയാൾ വന്നിട്ട് എന്ത് ചെയ്തു? ഇയാൾ ബഹളം ഉണ്ടാക്കി. നീ ഇത്രയും ഇതായിട്ടുള്ള എന്നെ നീ കണ്ടില്ലേ കേട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി. പറഞ്ഞ് എൻ്റെ ഇതായിരുന്നു. ഇങ്ങനെ അവസ്ഥകളിലേക്ക് നമ്മൾ പോവുകയാണ്. പ്രണയം അങ്ങനെ ഒരു അവസ്ഥയാണ്. മരുന്നടിച്ചാലും ഇതേ അവസ്ഥയാണ്. പിന്നെ കലാകാരന്മാരെന്ന് പറയുന്നവരും പലപ്പോഴും പല അത്തരം അവസ്ഥകളിലാണ്. അതൊക്കെ നല്ലതാണ്. മറ്റുള്ളവർക്ക് ശല്യം ഇല്ലെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷേ 2 രീതിയിൽ ഇത്തരം അൾട്ടർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഒന്ന് നിങ്ങളെ നശിപ്പിക്കുന്നതാവരുത്.
മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതായിരുന്നു. നിങ്ങൾ സന്തോഷം ഉണ്ടാക്കുന്നത് നല്ല കാര്യം തന്നെയാണ്, മാക്സിമം സന്തോഷം ഉണ്ടാക്കിക്കോളൂ. പക്ഷെ അത് നിങ്ങളെ നശിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ടും ആകരുത്. ഇപ്പം ഞാൻ അങ്ങനെ പറയുമ്പോൾ എപ്പോഴും ഞാൻ പറയാറുണ്ട്, മറ്റുള്ളവരെ ദ്രോഹിക്കാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആളുകൾക്കൊക്കെ ഇറിറ്റേഷൻ, നിങ്ങളിപ്പോൾ 1ാം റാങ്ക് വാങ്ങിക്കുമ്പോൾ ബാക്കിയുള്ള റാങ്കുകാർക്കൊക്കെ ഇച്ചിരി ദുഃഖമൊക്കെ ഉണ്ടാവും. നിങ്ങൾ നല്ലോണം ഒരു ഇൻ്റർവ്യൂ നടത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഒരു ഇതുണ്ടാവും അല്ലേ. നിങ്ങൾക്ക് കുറച്ച് പൈസ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഒരു കാര്യമില്ല. നിങ്ങൾക്കൊരു ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഉഗാണ്ടയിലുള്ള ഒരാൾ ദുഃഖിക്കത്തില്ല, പക്ഷേ നിങ്ങളുടെ അയൽപക്കത്തുള്ള ആൾ ദുഃഖിക്കും. അയാൾക്ക് ചിലപ്പോൾ അന്ന് ഉറങ്ങാൻ പറ്റത്തില്ല, കാരണം നിങ്ങളെ അറിയാവുന്നതുകൊണ്ടാണ്. അപ്പോൾ മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക, ഹർട്ട് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി പോസിബിൾ ഒന്നുമല്ല. പക്ഷേ അതുകൊണ്ട് ഏറ്റവും പരമാവധി കുറച്ച് ഹർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ നശിപ്പിക്കാതെ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കാനും പറ്റില്ല. അതിന് സന്തോഷം ഉണ്ടാക്കാൻ നിങ്ങൾ ജീവിക്കണം. ജീവിക്കുമ്പോൾ നിങ്ങൾ മരിക്കും അല്ലേ. ജീവിക്കുക എന്ന് പറഞ്ഞാൽ അടുത്തുകൊണ്ടിരിക്കല്ലേ. ഇന്നലെ അതിനേക്ക് ഇന്നലെയുള്ള ദൂരം ഇന്നുണ്ടോ? ഇല്ല, ഒരു ദിവസം പോയി അല്ലേ. യാത്ര നടത്തുമ്പോൾ ടയർ കുറച്ച് തേയത്തില്ലേ, അതുപോലെ തന്നെ അങ്ങനെ തേഞ്ഞോട്ടെ. അല്ലാതെ ടയറിട്ട് ഒരച്ചൊരച്ച് കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞത്. മറ്റുള്ളവരെ ഏറ്റവും കുറച്ച് ദ്രോഹിച്ചും അവനവനെ ഏറ്റവും കുറച്ച് നശിപ്പിച്ചും പരമാവധി സന്തോഷം ഉണ്ടാക്കും. നല്ലത് ചിന്തിച്ചാൽ നല്ലത് കിട്ടോ? നോട്ട് നെസസറിലി. എന്താണ് നല്ലത്? അല്ല, ഞാനിപ്പോ പറയാൻ കാരണം നേരത്തെ AC-യുടെ കാര്യം പറഞ്ഞില്ലേ. അല്ല, നല്ലത് ചിന്തിച്ചാൽ നല്ലത് മോശം എന്നൊക്കെ ഉള്ളത് നമ്മളെ ഒരുപാട് കാര്യം, ജിയോ പൊളിറ്റിക്സ് തൊട്ട് നിങ്ങളുടെ ഹോർമോൺ ലെവൽ വരെ ആശ്രയിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ നല്ലതെന്ന് പറഞ്ഞ പുള്ളിയുടെ ഒരു കാര്യം പറയാം, പുള്ളിക്ക് അങ്ങനെ തോന്നണമെന്നില്ല. പക്ഷെ നമുക്കെല്ലാം പൊതുവായിട്ട് നല്ലത് മോശം എന്നൊക്കെ തോന്നുന്ന ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സമൂഹം മുന്നോട്ട് പോകുന്നത്. ലൈക്ക് സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ് എന്ന് പറയുന്നു. മിക്കവാറും ആളുകൾ അംഗീകരിക്കും. അപ്പോൾ അതൊരു സോഷ്യൽ നോമായിട്ട് മാറുന്നു. സോഷ്യൽ നോംസ് പലതും നിയമങ്ങളായിട്ട് മാറുന്നു. ചിലത് നിയമങ്ങളാകാതെ തന്നെ സോഷ്യൽ നോംസ് ആയിട്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് നിയമം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ ഇൻസെസ്റ്റ് എന്ന് പറയുന്ന സംഗതി, പിതാവിന് മകളിൽ കുട്ടികളുണ്ടാകും, അങ്ങനെ ഉണ്ടാകരുത് നിയമമൊന്നുമില്ല. പക്ഷേ അതൊരു നോമായിട്ട് സമൂഹം അംഗീകരിച്ചിട്ടുണ്ട്, ഒരു മോറൽ കോഡായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. എല്ലാത്തിനും നിയമമില്ല. നിയമവൽക്കരിക്കപ്പെടുന്ന ധാർമ്മികത, അതാണ് പ്രധാനമായിട്ടും അതിന് ശിക്ഷയൊക്കെ കൊടുക്കുന്നത്. എല്ലാത്തിനും ശിക്ഷയൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞതോണം വാട്ട് ഈസ് ഇമ്മോറൽ മേ നോട്ട് ബി ഇല്ലീഗൽ. എല്ലാം ഇല്ലീഗൽ ആവണമെന്നില്ല. നമ്മുടെ നിയമങ്ങളിൽ മഹാഭൂരിപക്ഷവും നിയമവ്യവസ്ഥയ്ക്ക് പുറത്തുള്ളതാണ്. പുസ്തകങ്ങളിൽ കടക്കാത്തവയാണ്, ഭരണഘടനയിൽ എത്താത്തവയാണ്. അതിനെക്കുറിച്ച് നമുക്കൊരു സ്പീഷീസ് എന്ന നിലയിൽ ഒരു ധാരണയുണ്ട്. ഇപ്പോൾ മാതാപിതാക്കളെ നോക്കാത്ത കുട്ടികൾ, അവർക്ക് ഇപ്പം ശിക്ഷയുണ്ട്. ഒരു 5 വർഷമായിട്ടുള്ളൂ വന്നിട്ട്. അതിനു മുന്നേ മാതാപിതാക്കളെ നോക്കിയിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ നോക്കിയിരുന്നു. പിന്നെ എന്തിനാണ് ഈ നിയമം കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ വയലേഷൻസ്, നിയമമില്ലാതെ തന്നെ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന ഒരു സാധനത്തിൽ ഒരുപാട് വയലേഷൻസും എക്സെപ്ഷൻസും വരുന്നതുകൊണ്ടാണ് അത് നിയമമാക്കിക്കൊണ്ടിരുന്നത്. അതുപോലെയാണ് ഈ അന്ധവിശ്വാസ വിരുദ്ധ നിയമം എന്നൊക്കെ പറയുന്നത്. നിയമം വരുമ്പോൾ അതിനൊരു കുറച്ചുകൂടെ എൻഫോഴ്സ് ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പൊ നിയമത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു വ്യക്തിയുടെ പ്രസിദ്ധിയും പിന്നെ അതേപോലെ അവർക്കുള്ള ആ ഒരു പണത്തിന്റെ എത്രത്തോളം അവർക്ക് പണവും പ്രസിദ്ധിയും ഒക്കെ ഉണ്ട്, അതിനനുസരിച്ച് ആ ഒരു നിയമത്തിൽ മാറ്റം വരും. ഇപ്പൊ നടക്കുന്ന അതിജീവിത ദിലീപ് കേസുമായിട്ട് സംബന്ധിച്ചാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അതിൽ സാറിന്റെ അഭിപ്രായം എന്താ? അല്ലെ, നിയമം അതൊരു തരത്തിൽ ഈ നിയമവും നീതിയൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കോസ്റ്റ്ലിയാണ്. അത് നിങ്ങളുടെ എതിർപക്ഷത്താര് നിൽക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചു കൂടിയിരിക്കുന്നു. ഇപ്പോൾ ഒരു നിയമത്തിൻ്റെ ഒരു വ്യവഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു ബെഗർ ആണെന്ന് ഇരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവൻ ആണെങ്കിൽ അവനെതിരെ നീതിയൊക്കെ കണ്ടെത്താൻ, നിയമം കണ്ടെത്താൻ, അവനെ ശിക്ഷിക്കാനൊക്കെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അവന് ചിലപ്പോൾ ഒരു അഡ്വക്കേറ്റ് പോലും ഉണ്ടാവില്ല. അവന് ചില കാര്യങ്ങളെക്കുറിച്ച് അജ്ഞതയായിരിക്കും. മനസ്സിലായില്ല. നിയമം വളരെ ചിലവേറിയ പ്രക്രിയയായി മാറി. ചിലവേറിയെന്ന് മാത്രമല്ല, നിയമം ഒരുപാട് കാലതാമസം എടുക്കുന്നവയാണ്. നിയമം വരുമ്പോൾ അതിൻ്റെ ആനുകൂല്യം വാങ്ങിക്കാൻ അന്ന് ഞാൻ ഉണ്ടാവില്ല കേട്ടോ എന്ന് പറയുന്ന അവസ്ഥയിലാണ് എല്ലാവരും. കാലതാമസം വരുന്ന നിയമം, ചിലവേറിയ നിയമം, ഇവിടെ എല്ലാം അവസാനം അത് കിട്ടുമ്പോൾ തനിക്ക് ചിലവായതും നഷ്ടപ്പെട്ടതൊക്കെ ഓർക്കുമ്പോൾ ആളിന് തന്നെ തോന്നും, ഇത്രയൊക്കെ ആയിട്ടാണ് എനിക്ക് ഇത് കിട്ടിയത്, ഇങ്ങനെ ഒരു നീതി എനിക്ക് എന്തിനാണ് എന്ന് ചോദിക്കുന്നുണ്ട്.
നിയമവും നീതിയും രണ്ടും രണ്ട്. നീതി എന്ന് പറഞ്ഞാൽ പേഴ്സണലാണ്. ചില ആൾക്കാർക്ക് തോന്നുന്നു അത് നീതിയായില്ലെന്ന് തോന്നും. നിയമം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വ്യവസ്ഥയാണ്, അതൊരു ഒബ്ജക്റ്റീവായിട്ട് മാറുക. ആ ഒബ്ജക്റ്റീവ് വ്യവസ്ഥ സാധാരണ ഇതിൽ ഇത് രണ്ടും ഒരുമിച്ച് പോകണം. ഐഡിയലാണെങ്കിൽ നിയമവും നീതിയും ഒരുമിച്ച് പോകണം. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. കാരണം നീതിയെക്കുറിച്ചുള്ള സങ്കല്പം വ്യക്തിഗതമാണ്. ഓരോരുത്തർക്കും അങ്ങനെ ആയെങ്കിലേ എനിക്ക് നീതി കിട്ടും, അവൻ കിടന്ന് നരയിക്കണം എന്നാലേ എനിക്കത് ഇതാകും എന്ന് ഒരാൾ കരുതി കഴിഞ്ഞാൽ അങ്ങനെ വന്നെങ്കിലേ അയാൾ സമ്മതിക്കും. ആ ഒരു കേസിനെ പറ്റി സാറിന് എന്തെങ്കിലും അഭിപ്രായം? ഞാൻ ഒരു കേസിനെ കുറിച്ച് പറഞ്ഞല്ല, ഞാൻ പൊതുവായിട്ട് പറഞ്ഞാണ് നിയമം നീതി വ്യവസ്ഥയെ കുറിച്ച് പറഞ്ഞു.